ദൈവം വസിക്കുന്നു. കർത്താവിന്റെ ഹൃദയാംഗമായിട്ട് ഒരു നല്ല സിംഹാസനം. എല്ലാവരും തങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തിക്കൊള്ളുന്നുണ്ട്. ശബ്ദം ഉയർത്തി എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ കരങ്ങളും കർത്താവിനുള്ള സ്തുതി സ്തോത്രങ്ങൾ ഉയരട്ടെ. നമ്മളെ രക്ഷിച്ച കർത്താവിന്, നമ്മളെ സൗഖ്യമാക്കിയ കർത്താവിന്, നമ്മളെ വിടുവിച്ച കർത്താവിന്, നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിന് സകല ജ്ഞാനവും സകല മഹത്വവും സകല പുകഴ്ചയും അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ദൈവത്തെ വാഴ്ത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവിൽ നമ്മെ നിറയ്ക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മെ വിടുവിക്കുവാനും സൗഖ്യമാക്കുവാനും ദൈവത്തിന് ആഗ്രഹമുണ്ട്. അർദ്ധരാത്രിയുടെ യാമത്തിൽ അപ്പോസ്തലന്മാർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവൻ ഇളക്കേണ്ടതിനെ ഇളക്കി, തകർക്കേണ്ടതിനെ തകർത്തു, തുറക്കേണ്ടതിനെ തുറന്നു, പൊട്ടിക്കേണ്ടതിനെ പൊട്ടിച്ചു. ജീവിതങ്ങൾ ദൈവഭാഗത്തേക്ക് കടന്നു വന്നു. എല്ലാവരും തങ്ങളുടെ കരങ്ങൾ അടിച്ചുകൊണ്ട് അല്പസമയം കർത്താവിനെ ആരാധിക്കാം. സകല ജാതികളുമായുള്ളവരെ എല്ലാവരും തങ്ങളുടെ കരങ്ങൾ അടിച്ചുകൊണ്ട് അല്പസമയം ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല അന്ധകാര വ്യാപാരങ്ങളെ ശാസിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് കർത്താവിന്റെ ആത്മാവ് ഒരു നദി പോലെ ഒഴുകട്ടെ. എല്ലാവർക്കും ആരാധിച്ചുകൊണ്ട് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനത്തിന്റെ ശക്തിയെയും അതിന്റെ മഹത്വത്തെയും അന്ധകാരമാക്കുന്ന കുരുടാക്കുന്ന എല്ലാ അന്ധകാര വ്യാപാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തെ കർമ്മങ്ങളെ പോലെ കൊത്തിക്കൊണ്ടുപോകുന്ന സകല ദുഷ്ടവ്യാപാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. എല്ലാ മനസ്സുകളും ഒരുങ്ങട്ടെ, എല്ലാ ഹൃദയങ്ങളും ഒരുങ്ങട്ടെ. ദൈവ സാന്നിധ്യത്തിന്റെ കീഴിൽ ദൈവ ഭയത്തിൽ ഏകാഗ്രതയുടെ എല്ലാ ജീവനങ്ങൾ ഇവിടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ബഹുമാന്യരായ ദൈവത്തിന്റെ ദാസന്മാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് ഏവർക്കും വാഴ്ത്തപ്പെട്ടവനായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു രാത്രിയിൽ കൂടെ കർത്താവിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം വിളിച്ച ഈ അസുലഭമായ സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വീക്കെൻഡുകളില് മീറ്റിംഗ് നടത്തണമെന്ന് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും മറ്റ് മീറ്റിങ്ങുകൾ നടക്കുന്നത് കൊണ്ട് ഇങ്ങനെ വീക്ക് ഡേയ്സിൽ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാനായിട്ട് ഇടയായി. വളരെ തിരക്കുള്ള ഈ വേളകളിൽ നിങ്ങൾ സന്തോഷപൂർവ്വം താല്പര്യപൂർവ്വം കടന്നു വന്നതില് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ പുനരാഗമനവും അനന്തര സംഭവമാണ് നമ്മുടെ ഈ ക്ലാസിന്റെ പ്രമേയം. പക്ഷേ 4 ദിവസം കൊണ്ട് ഈ വിഷയം എവിടെ അവസാനിപ്പിക്കുവാൻ കഴിയുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. എന്നെ സംബന്ധിച്ചിടത്തോളം നൈമിഷികമായിട്ടുള്ള ഒരു ഇളക്കപ്പെരുപ്പത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നുള്ളവരെയും നാളെ ഇല്ലാതിരിക്കുന്നതെയും ഇന്ന് തന്നെ നഷ്ടപ്പെടുന്നതുമായ ഒന്നിലും ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം ഇന്നലെയും ഇന്നും നാളെയും ആകാശവും ഭൂമിയും എല്ലാം മാറിയാലും അത് ക്രിസ്തുവിനോടുകൂടെ തന്നെ നിലനിൽക്കുന്നു. ആ വചനങ്ങൾ മനുഷ്യ മനോമുഖരങ്ങളില് വ്യക്തമായി ഗ്രഹിച്ചിരിക്കണമെന്നും അവരുടെ സംശയങ്ങൾ അകന്ന് മറക്കാതെ അവരുടെ ഉള്ളങ്ങളിൽ എഴുതപ്പെട്ടിരിക്കണമെന്നും എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് വിഷയങ്ങൾ വിശദീകരിച്ചും ശാന്തമായി ഒക്കെ സംസാരിക്കുമ്പോൾ
സമയങ്ങൾ വളരെയധികം വേണ്ടി വരുന്നു. അതുകൊണ്ട് നാളെ കൂടെ മാത്രമാണ് യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. തുടർന്ന് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേതെങ്കിലും യോഗം നടക്കുമ്പോൾ യോഗം നടത്തുന്നത് സ്വാഭാവികമായിട്ട് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. എന്നാൽ ചിലപ്പോൾ ഈ യോഗം കണ്ടിന്യൂ ചെയ്യപ്പെട്ടെന്നിരിക്കും. വിശ്വാസികളായിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് അവർ സമൂഹങ്ങൾ നടത്തുന്ന യോഗങ്ങൾക്ക് നിങ്ങൾ കടന്നു പോകാം. ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ ഈ യോഗത്തിന് കടന്നു വരേണ്ടതില്ല. അതുപോലെ തന്നെ യാക്കോബായ, മർത്തോമ, CSI, കാതലിക് തുടങ്ങിയ മെയിൻ ലൈൻ ചർച്ചസിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കും അവരുടെ സമൂഹങ്ങൾ നടത്തുന്ന യോഗങ്ങൾക്ക് കടന്നു പോകാം. എന്നാൽ നിങ്ങളുടെ സമൂഹങ്ങളൊന്നും മീറ്റിംഗ് നടത്താത്ത സന്ദർഭം ഉണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിന് വേണ്ടി അപ്പോൾ ആർക്കും പ്രശ്നം ഉണ്ടാകില്ലെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഈ വിഷയം കൂടുതലായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ പേര് നൽകിയാൽ നിങ്ങളെ ഞങ്ങൾ വിളിച്ച് ആ മീറ്റിംഗിന്റെ ടൈം പിന്നീട് അറിയിക്കുന്നതാണ്. അത് ഈ യോഗത്തിന്റെ സംഘാടകരിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാമെന്ന് ഓർപ്പിക്കുന്നു. നാളെ ഈ യോഗം കണ്ടിന്യൂ ചെയ്യുന്നതിൽ എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യം കുറെ കൂടെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഒരു മാസത്തേക്ക് ഞാൻ ഈ ഡാലസ് പട്ടണത്തിലുണ്ടായിരിക്കും. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കാനഡയിൽ നിന്ന്, ഗൾഫ് സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് ലഭിച്ച ഇൻവിറ്റേഷൻ വിട്ടുകളഞ്ഞിട്ട് ഈ ഡാലസ് പട്ടണത്തിലെ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം എന്റെ സമയം ശ്രദ്ധിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഈ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയോ തിരുവചനങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ സാമ്പത്തികമായ ഒരു കൂട്ടായ്മ എനിക്ക് നൽകേണ്ടതിന് നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുകയോ അങ്ങനെ ഒരു ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട്, തിരുവചനങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനായിട്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾ എന്നെ താല്പര്യപ്പെടുന്നെങ്കിൽ ഏത് സന്ദർഭത്തിൽ വിളിച്ചാലും ഒരു സഹോദരൻ എന്നെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുവാനും ഞാൻ ഉള്ളപ്പോൾ ഒരു സഹോദരനും കൂടെ അവിടെ ഉണ്ടെങ്കിൽ ഏത് സന്ദർഭത്തിലും ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുവാൻ സന്നദ്ധനാണ് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കും. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ വധുവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഓർക്കുക, 70 or 80 വർഷക്കാലമാണ് നാം ഈ ഭൂമിയിൽ ഈ ശരീരത്തിൽ ജീവിക്കുവാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നാം എല്ലാവരും മരിക്കും. ഒരു 100 വർഷം കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരാരും ഈ ശരീരത്തോടുകൂടി ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. എല്ലാവരും മരിച്ചിരിക്കും. അപ്പോൾ കേവലം ഒരു 100 വർഷത്തെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ 50 വർഷത്തെ 50 വർഷത്തെ ഒരു ജീവിതത്തിന്റെ നേട്ടങ്ങൾക്ക് ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്. വിദ്യാഭ്യാസം ചെയ്യുന്നതും, സമ്പത്തുകൾ ഉണ്ടാക്കുന്നതും, സൗന്ദര്യവർദ്ധന നടത്തുന്നതും, സ്ഥാനമാനങ്ങൾ പിടിച്ചെടുക്കുന്നതും എല്ലാം ഈ 60 or 80 വർഷങ്ങൾ അമേരിക്കയിലെ ഏറ്റവും വലിയ പൊസിഷൻ ഇവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കുക എന്ന് മാത്രമേ. അതും ഒരാൾക്ക് 8 വർഷം മാത്രമേ ഒരു പുരുഷായുസിൽ സാധിക്കൂ. എന്തു തന്നെ നേടിയാലും നാം മരിക്കുന്നു. മരണത്തോടുകൂടി ഈ ലോകത്തിലെ നമ്മുടെ നേട്ടങ്ങളെല്ലാം ഇവിടെ ശേഷിപ്പിച്ചിട്ട് നാം തനിയെ പോകുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു 10,000 വർഷം കഴിയുമ്പോഴും നിങ്ങൾ ഉണ്ടായിരിക്കും. അന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും, കേൾക്കുവാൻ കഴിയും, ചിന്തിക്കുവാൻ കഴിയും, കഴിഞ്ഞ കാലങ്ങളെ ഓർക്കുവാൻ കഴിയും. 1 കോടി വർഷം കഴിഞ്ഞാലും നിങ്ങളുണ്ടായിരിക്കും. അന്നും നിങ്ങൾക്ക് കാണുവാൻ കഴിയും, കേൾക്കുവാൻ കഴിയും, ചിന്തിക്കുവാൻ കഴിയും. ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്തെ കുറിച്ച് ഓർക്കുവാൻ കഴിയും. 1000 കോടി വർഷം കഴിഞ്ഞാലും നിങ്ങളുണ്ടായിരിക്കും. അന്നും നിങ്ങൾക്ക് കാണുവാൻ കഴിയും, കേൾക്കുവാൻ കഴിയും, ചിന്തിക്കുവാൻ കഴിയും,
മാതാപിതാക്കൾ ആരായിരുന്നു എന്നറിയാൻ കഴിയും, മക്കൾ ആരായിരുന്നു എന്നറിയാൻ കഴിയും, ഭാര്യ ആരായിരുന്നു, ഭർത്താവ് ആരായിരുന്നു, ഏത് സഭക്കാരനായിരുന്നു, ഏത് നാട്ടുകാരനായിരുന്നു, എവിടെല്ലാം ജീവിച്ചിരുന്നുവെന്ന്, എന്തിനേറെ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഗർഭാശയത്തിലിരുന്ന ആ കാലഘട്ടം മുതലുള്ള കാര്യങ്ങൾ ഓർക്കുവാൻ കഴിയും. ഒരു 10,000 കോടി വർഷം കഴിഞ്ഞാൽ. പക്ഷേ മരണത്തിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതം 1000 വർഷം ശേഷം, 10,000 വർഷത്തിന് ശേഷം, 10,000 കോടി വർഷത്തിന് ശേഷം, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ആയുസിന്റെ കാര്യത്തിൽ ദൈവത്തെ പോലെയാണ്. ദൈവം എത്ര വർഷം ജീവിക്കും, അത്രയും വർഷം നിങ്ങളും ജീവിക്കും, ഞാനും ജീവിക്കും. പക്ഷെങ്കിൽ ആ നിത്യത എവിടെയായിരിക്കണമെന്നും അവിടെ നാം എപ്രകാരമായിരിക്കുമെന്നും തെരഞ്ഞെടുക്കേണ്ടതും നിർണയിക്കപ്പെടേണ്ടതുമായ കാലഘട്ടങ്ങളാണ് ഓരോ ദിവസവും നമ്മിൽ നിന്ന് കടന്നു പോകുന്നത്. ആകയാൽ ഈ കാലഘട്ടത്തിലെ ഓരോ നിമിഷങ്ങളും എപ്രകാരം അവൻ ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ നിത്യത നിർണയിക്കപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ഭാവിപരമായ കാര്യങ്ങൾ അറിയേണ്ടത് വളരെ പ്രധാനമായ കാര്യമാണ്. 60 വർഷത്തെയോ 70 വർഷത്തെയോ നേട്ടങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ 10,000-ൽ അംശം പോലും നിത്യതയ്ക്ക് വേണ്ടി മനുഷ്യൻ ചിന്തിക്കുന്നില്ല എന്നുള്ള ദുഃഖകരമായ ഒരു കാര്യം. ധനവാന്റെയും ലാസറിന്റെയും കഥ ക്രിസ്തു പറയുമ്പോൾ, ആ ദരിദ്രന്റെയും കഥ ക്രിസ്തു പറയുമ്പോൾ, ആ ദരിദ്രനായ ലാസർ ഈ ലോക ജീവിതത്തിന്റെ നേട്ടത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാത്ത മടിയനായ ഒരു മനുഷ്യനായിരുന്നു. അയാൾ സ്വന്തമായി വീടുണ്ടാക്കിയില്ല, സ്വന്തമായി പണം ഉണ്ടാക്കിയില്ല, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിരിക്കില്ല. തെരുക്കോണുകൾ യാചിച്ചും വീടിന്റെ മുൻപിൽ കിടന്നുറങ്ങി എച്ചിലുകൾ പെറുക്കിത്തിന്ന് നടന്നൊരു മനുഷ്യൻ. മറുവശത്ത് വലിയ മാളികയുണ്ടാക്കി ആഡംബരത്തോടെ വളരെയധികം സ്വത്ത് സമ്പാദിച്ച വിദ്യാസമ്പന്നനും ബുദ്ധിമാനും ധനികനുമായ ഒരു മനുഷ്യൻ. പക്ഷേ ഇവർ രണ്ടുപേരും മരിക്കുന്നു. ആ ദരിദ്രനായ മനുഷ്യൻ കോടാനുകോടി യുഗങ്ങളിലേക്ക് നിത്യതയിലേക്കുള്ള വലിയ നേട്ടവും കണ്ടുപിടുത്തവും ആ തെരുവീതിയിൽ വെച്ച് കണ്ടെത്തിയ ഏറ്റവും വലിയ ബുദ്ധിമാനും ഏറ്റവും വലിയ ധനികനുമായി. ആ വലിയ കാഴ്ചപ്പാട്, ആ വലിയ ദർശനം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് ഈ ക്ലാസ് നാം ഇവിടെ നടത്തുന്നത്. വേദപുസ്തകത്തിലെ പ്രവചന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു 3 പുസ്തകം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ക്രിസ്തുവിന്റെ പുനരാഗമനം, ക്രിസ്തുവിന്റെ സഹസ്രാബ്ദം, ഇത് ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ മഹാപീഡനകാലം. ഈ വിഷയത്തെ ആധാരമാക്കി 3 പുസ്തകങ്ങൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ കൗണ്ടറിൽ വാങ്ങിക്കാവുന്നതാണ്. നാം കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള 3 പ്രഖ്യാപനങ്ങൾ, ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള അടയാളങ്ങൾ. സ്വർഗത്തിലെ മാലാഖമാർ പറഞ്ഞു യേശു വരുന്നു, അപ്പോസ്തലന്മാർ പറഞ്ഞു യേശു വരുന്നു, യേശു തന്നെ പറഞ്ഞു ഞാനിതാ വേഗം വരുന്നു. ഈ 3 പ്രഖ്യാപനങ്ങൾ ആർക്കും വിശ്വസിക്കാവുന്നതാണ്. പ്രവർത്തികൾ 1:11, 1 തെസ്സലോനിക്കർ 4:16, 1 യോഹന്നാൻ 14:1-2. ആകയാൽ യേശു വരികയില്ല എന്ന് ആര് പറഞ്ഞാലും ആര് പഠിപ്പിച്ചാലും അവർ യേശുവിനേക്കാളും അപ്പോസ്തലന്മാരെക്കാളും ദൂതന്മാരെക്കാളും അറിവുള്ളവരല്ലാത്തത് കൊണ്ട് നമുക്കത് ഒട്ടും ചിന്തിക്കാതെ ഏത് പണ്ഡിതനാണെങ്കിലും തള്ളിക്കളയാവുന്നതും
ആ പ്രഖ്യാപനം പോഷത്വമാണെന്ന് ചിന്തിക്കാവുന്നതുമാണ്. ക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ ഡാലസിൽ ലോകത്തിൽ ഈ സന്ദർഭങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അത്യുഗ്രമായ ചൂടിനെ കുറിച്ച്, ഓസോൺ പാളികളുടെ തകർച്ചയെ കുറിച്ച്, മാരക രോഗങ്ങളെ കുറിച്ച് ബിൽ ക്ലിന്റനും കോഫി അന്നനും യെൽസനും ഒക്കെ ചർച്ച ചെയ്തിട്ടും പരിഹരിക്കുവാൻ കഴിയാതെ കീറാമുട്ടിയായി കിടക്കുന്ന യെരുശലേമിനെ കുറിച്ച്, ഇവയെല്ലാം, ഈ സംഭവങ്ങളെല്ലാം AD 30 ക്രിസ്തു പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തികളായിരുന്നുവെന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശു പ്രകാരമാണ് വരുന്നത്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അനേക ചിന്തകളുണ്ട്. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിലേക്ക് പോയിട്ട് എന്റെ സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ യേശു വന്നുവെന്നും അങ്ങനെയൊക്കെ ഒത്തിരി അഭിപ്രായങ്ങൾ ഉണ്ട്. എന്തിന് ഇതിനൊക്കെ സമയം കളയുന്നു? നമുക്ക് വേദപുസ്തകത്തിലേക്ക് കടന്നു വരാം. യേശു എപ്രകാരമാണ് വരുന്നത്? ക്രിസ്തു പറഞ്ഞു, 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി യേശു എങ്ങോട്ടാണ് വരാൻ പോകുന്നത്? യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തിരിക്കുന്നു. യേശുവിനെ ഒരാൾ കൈക്കൊള്ളുമ്പോൾ യേശുവിന്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. കണ്ടാലും ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടി അത്താഴം കഴിക്കാമെന്ന് യേശു പറഞ്ഞു. ഒരുവൻ യേശുവിനെ സ്വീകരിക്കുമ്പോൾ യേശുവിന്റെ ഹൃദയത്തിൽ വരും. ദൈവമക്കൾ 2 3 പേർ കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ യേശു വരും. ഇനി എന്തിനാണ് യേശു വരുന്നത്? യേശു നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ. ഇനിയും ഞാൻ വരാമെന്ന് യേശു എന്തുകൊണ്ടാണ് പറഞ്ഞത്? അത് ന്യായമായ ഒരു ചോദ്യവും ചിന്തയുമായതുകൊണ്ട് ഒറ്റ വാക്കിൽ അതിന് ഞാൻ മറുപടി പറയുന്നു. 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ വരാം എന്ന് യേശു പറഞ്ഞത് അക്ഷരീകമായിട്ടുള്ള യേശുവിന്റെ സാന്നിധ്യമല്ല, ആത്മീകമായ യേശുവിന്റെ സാന്നിധ്യമാണ്. യേശുവിനെ ഒരുവൻ രക്ഷകനായി അംഗീകരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ അഥവാ ഹൃദയത്തിൽ യേശുവിനെ ഒരുവൻ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ യേശുവിന്റെ അക്ഷരീക സാന്നിധ്യമല്ല അവിടെ ഉണ്ടാകുന്നത്, യേശുവിന്റെ ആത്മീക സാന്നിധ്യമാണ്. എന്നാൽ യേശുവിന്റെ പുനരാഗമനം എന്ന് പറയുന്നത് ആത്മീക സാന്നിധ്യമല്ല, അക്ഷരീക സാന്നിധ്യമാണ്. യേശുവിനൊരു തലയുണ്ടായിരിക്കും, കൈകളുണ്ടായിരിക്കും, കാലുകളുണ്ടായിരിക്കും, ഒരു ശരീരമുണ്ടായിരിക്കും. അങ്ങനെ ഒരു തലയും അങ്ങനെ കൈയും കാലുകളുമുള്ള ഒരു യേശുവിന് ഒരു ഹൃദയത്തിൽ വരുവാൻ കഴിയുകയില്ല. നമ്മുടെ മധ്യത്തിൽ ഇപ്പോഴുണ്ടെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശു ഇവിടെയുണ്ട്. യേശുവിന്റെ സാന്നിധ്യം ആത്മീക സാന്നിധ്യമാണ്. ക്രിസ്തുവിന്റെ പുനരാഗമനം അക്ഷരീകമായിട്ടുള്ളൊരു വരവാണ്. ഇത് സംബന്ധിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഈ സ്ക്രീനിൽ ഈ വാക്യങ്ങൾ കാണാവുന്നതാണ്. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഇനി ഇത് കൂട്ടരുത്, കുറയ്ക്കരുത്, അങ്ങനെ തന്നെ. ദൈവത്തിന്റെ മാലാഖമാർ യേശുവിന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക്
നോക്കി നിൽക്കുന്നതുണ്ട്. നിങ്ങളായിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ വീണ്ടും വരും എന്ന് പറഞ്ഞു. യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാർക്ക് യേശുവിനെ കണ്ടാൽ അവരുടെ കണ്ണുകൊണ്ട് മനസ്സിലാകുമായിരുന്നു. കാരണം 3.5 വർഷങ്ങൾ അവരോടുകൂടി നടന്ന അതേ കർത്താവ്, അതേ രൂപം, അതേ ശബ്ദം, അതേ വർണ്ണം, അതേ പൊക്കം, അതേ നിറം, ആ കണ്ണുകൾ, ആ കാലുകൾ, ആ കൈകൾ, ആ വേഷം എല്ലാം ഒരുപോലെ. ആകപ്പാടെ ഉണ്ടായൊരു മാറ്റം, ജനരക്തമില്ല, പക്ഷെങ്കിൽ ആന്തരിക ശരീരമുണ്ട്. ആന്തരിക ശരീരമാകട്ടെ ജനരക്തത്തോടുകൂടി ഭൂമിയിൽ ജീവിച്ചിരുന്നതിന് തത്തുല്യമായ ശരീരം. ഒരു മാറ്റവുമില്ല. നിറത്തിന് മാറ്റം വന്നില്ല, രൂപത്തിന് മാറ്റം വന്നില്ല, ആ പൊക്കത്തിന് മാറ്റം വന്നില്ല, വർണ്ണത്തിന് മാറ്റം വന്നില്ല, ശബ്ദത്തിന് മാറ്റം വന്നില്ല. ക്രൂശിക്കപ്പെടുന്നതിന് മുൻപേ ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ രൂപം, അതേ പൊക്കം, അതേ വണ്ണം, അതേ നിറം, അതേ ആകൃതി ഇവിടെ ശിഷ്യന്മാരോട് പറയുകയാണ്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ന് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ വീണ്ടും വരും. നമ്മുടെ കർത്താവ് വീണ്ടും വരും. നമ്മുടെ കർത്താവിനെ നാം ആരും കണ്ടിട്ടില്ല. ആത്മീയമായിട്ടുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ. വേദപുസ്തകത്തിലൂടെയുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ. നാം നമ്മുടെ സ്വന്തം കണ്ടുകൊണ്ട് നമ്മുടെ കർത്താവിനെ കാണുവാൻ പോകുന്നതിനാൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ കർത്തൃദാസൻ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ചുരുക്കന്മയിൽ മാറുന്ന സന്ദർഭങ്ങൾ നമ്മുടെ കർത്താവിനെ നമുക്ക് മുഖാമുഖമായി കാണുന്ന സന്ദർഭങ്ങളാണത്. മത്തായി സുവിശേഷത്തിൽ യേശുവിന്റെ വരവിന്റെ വേഗതയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 24:27 നാം ഇങ്ങനെ വായിക്കും: മിന്നൽ കിഴക്കിൽ നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും. ഈ വാക്യം വായിച്ചിട്ടുള്ള പലരും ക്രിസ്തു കിഴക്കിൽ നിന്നാണ് വരുന്നത് എന്ന് ചിന്തിക്കാറുണ്ട്. ഇവിടെ അങ്ങനെ എഴുതിയിട്ടില്ല. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോളം എന്നുള്ള നിലയിൽ കിഴക്കുണ്ടോ? അമേരിക്കക്കാർ കിഴക്കോട്ട് തിരിയുകയും ഇന്ത്യക്കാർ കിഴക്കോട്ട് തിരിയുകയും ചെയ്താൽ ഭൂഗോളത്തിന് മുകളിൽ നോക്കി നിൽക്കുന്നയാൾ ഇവരെങ്ങോട്ട് തിരിഞ്ഞായിരിക്കും നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? അമേരിക്കക്കാരുടെ കിഴക്ക് ഇന്ത്യക്കാരന്റെ പടിഞ്ഞാറും ഇന്ത്യക്കാരന്റെ പടിഞ്ഞാറ് അമേരിക്കക്കാരന്റെ കിഴക്കുമാണ്. അതുകൊണ്ട് കിഴക്കോട്ട് നോക്കി നിൽക്കുക എന്നുള്ള ചിന്ത വേദപുസ്തകാനുസൃതമായിട്ട് അതൊരു സൂര്യാരാധനയുടെ സങ്കുചിതമായ ചിന്തയായതുകൊണ്ട് വേദപുസ്തകത്തിൽ ഒരിടത്തും അതിനൊരു പ്രാധാന്യം കൊടുത്ത് നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മിന്നൽ കിഴക്കിൽ നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോട്ട് വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും. മിന്നൽ ഒരു സെക്കൻഡിൽ 1,86,000 മൈൽ യാത്ര ചെയ്യുന്നു, ഒരൊറ്റ സെക്കൻഡിൽ. അതുപോലെ കണ്ടിരിക്കുന്നതിനിടയിൽ ആർക്കും ചിന്തിക്കുവാൻ സമയമില്ലാതിരിക്കുന്ന അളവിൽ, ഒരുങ്ങുവാൻ സമയം ലഭിക്കാതിരിക്കുന്ന വേളയിൽ ക്രിസ്തു മിന്നൽ പോലെ വെളിപ്പെടും. ക്രിസ്തുവിന്റെ വരവ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ
കേവലം നിമിഷത്തിൽ ഉള്ളിൽ നടക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമായിരിക്കും. യേശു ഇങ്ങനെ മധ്യാകാശത്തിൽ വരുന്ന സമയത്ത് നാം ഒരുങ്ങാതെ വഴക്കുണ്ടാക്കി പാപം ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ എന്റെ മക്കളൊന്ന് മാനസാന്തരപ്പെട്ടോടെ ഞാൻ 10 മിനിറ്റ് ഇവിടെ നിൽക്കാം എന്ന് പറയുന്ന പരിപാടിയില്ല. കമ്മിറ്റി കൂടാതിരിക്കുമ്പോൾ യേശു കമ്മിറ്റി കൂടുന്ന സമയത്ത് യേശു വരാതിരിപ്പാൻ പ്രത്യേകം പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ വലിയ കുറയാൽ ഇവിടുള്ള ശാരം ഫെലോഷിപ്പ് ചർച്ചിന് കമ്മിറ്റി ഇല്ലാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മിന്നൽ കിഴക്കിൽ നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവുമാണ്. ഒരു മുന്നറിയിപ്പും കൂടാത്ത വരവായിരിക്കും ക്രിസ്തുവിന്റെ വരവ്. 1 തെസ്സലോനിക്കർ 5:2 നാം ഇങ്ങനെ വായിക്കുന്നു, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. തെസ്സലോനിക്കയിലുള്ള ക്രിസ്ത്യാനികളെ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് കള്ളൻ വരുന്നത് പോലെ ക്രിസ്തു വരും. ക്രിസ്തു വരുന്നത് കള്ളനായിട്ടല്ല, കള്ളൻ വരുന്നത് പോലെ. കള്ളൻ ഒരിക്കലും മുന്നറിയിപ്പിലൊന്നുമുണ്ടല്ലോ വരുന്നത്. നിങ്ങളിപ്പോൾ ഈ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഒരു കള്ളൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കട്ടെ, നിങ്ങളോട് ചോദിക്കുകയാണ്, എങ്ങോട്ട് പോവുക? ഞാൻ ഒരു ക്ലാസ്സിന് പോവുകയാണ്. എപ്പോൾ വരും? നീ എന്താ ഇത്ര കാര്യമായിട്ട് തിരക്കുന്നത്? അല്ല, എനിക്ക് വീട്ടിൽ കയറുന്നൊക്കെ ആക്കാനായിരുന്നു എന്ന കള്ളൻ ഒരിക്കലും പറയുകയില്ല. കള്ളൻ വരുന്നത് നാം അറിയുക എന്നുള്ള ആഗ്രഹത്തിലാണ്, മുന്നറിയിപ്പ് കൂടാതെയാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ വരവ് ഒരു മുന്നറിയിപ്പ് കൂടാതിരിക്കുന്നത് കൊണ്ട് നാം വളരെ ഒരുങ്ങിയിരിക്കണം. 2, കള്ളൻ വരുന്നത് അവൻ എടുക്കാവുന്നതിനും വിലയേറിയ സാധനം കിട്ടുന്ന സമയം കൊണ്ട് എടുത്തുകൊണ്ട് പോകാനാണ്. വേദപുസ്തകത്തിൽ മാതൃക നമ്മൾ പഠിച്ചാൽ ഏത് മനുഷ്യനിലും ഉണ്ടാകാവുന്ന ചില പ്രത്യേക ഗുണങ്ങളെ ഉപമയായിട്ട് എടുക്കാറുണ്ട്. കക്കാൻ ആരും ദിവസം പഠിപ്പിക്കാറില്ല. കക്കുന്ന പാപമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ദൈവമക്കൾ ആരും കള്ളന്മാരാകണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. പക്ഷെ കർത്താവിന്റെ വരവ് കള്ളനെ പോലെ ഉപമിക്കുവാൻ കാരണം കള്ളനുള്ള ചില അവന്റെ വ്യക്തിപരമായ കാര്യങ്ങളുള്ള ചില സ്വഭാവ കാര്യങ്ങളാണ്. കള്ളൻ വരുന്നത് അറിയിക്കാതെ വരുന്നു, വിലയേറിയത് അവൻ എടുത്തുകൊണ്ട് പോകുന്നു. ഞാൻ പറയട്ടെ, ഒരു കള്ളൻ നിങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കട്ടെ, കുറെ നല്ല സാരി ഒക്കെ എടുത്തു. കുറെ കഴിഞ്ഞപ്പോൾ കള്ളൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു, നിങ്ങളെ വിളിച്ചുണർത്തുന്നു, സിസ്റ്റർ ഞാനൊരു കള്ളനാണ്, ഞാൻ ഈ സാരി എല്ലാം എടുത്തു, ഇതെനിക്ക് വേണ്ട, പഴയ തുണി വല്ല ഈ ഫോട്ടോ എന്റെ കള്ളൻ ചോദിക്കുമോ? ഒരിക്കലും ചോദിക്കുകയില്ല. അവൻ എടുക്കാവുന്നതിൽ നല്ലത് മാത്രമേ എടുക്കുകയുള്ളൂ. അമേരിക്കയില് വളരെ വിദഗ്ധമായ രീതിയിൽ ഒരു മലയാള സഹോദരി ഒരു കള്ളനെ കളിച്ച കാര്യം ഞാൻ കേൾക്കുന്നുണ്ടായി. ഒരു കള്ളൻ തോക്കെടുത്തിട്ട് നമ്മുടെ ഒരു സഹോദരിയുടെ നേരെ നീട്ടിട്ട് പറഞ്ഞു, എന്റെ മാല എടുക്കണ്ടോ? അവൾ പറഞ്ഞു, നീ എന്നെ കൊല്ലരുത്, ഞാൻ എന്റെ മാല നിനക്ക് തരാം. തുടർന്ന് പോകുന്നൊരു മാല ഈ സഹോദരി എടുത്ത് കള്ളന്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് അവൾ ഒരു കാര്യം പറഞ്ഞു, നീ ഒരു കാര്യം ഓർക്കണം, ഞാൻ എന്റെ മാല നിനക്ക് തന്നല്ലോ, എനിക്ക് ഇത്രയും വലിയ മാല വേണ്ട, വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് തോന്നും, നിന്റെ ആ കഴുത്തെ കിടന്ന ചെറിയ മാല എനിക്ക് തരണം. ആ കള്ളന് തോന്നിയത് ന്യായമായ രീതിയിലാണ്. അവനവന്റെ കഴുത്തിലെ ആ ചെറിയ മാല അവൾക്ക് കൊടുത്തിട്ട് പോയി. അവൾ ചിരിച്ചുകൊണ്ടാണ് പോയത്. മലയാളി ആയതുകൊണ്ട് അവളുടെ വരവുമാലയും കള്ളനായതുകൊണ്ട് അവന്റെ ഊർജ്ജമായിരുന്നു.
യേശു വരുന്നത് കറയും കളങ്കവും വാക്കവുമില്ലാതെ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ വിലയേറിയ മക്കളെ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അടുക്കലേക്ക് നമ്മളെ വീണ്ടെടുത്തത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലാണ്. ആ ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ മക്കളെ എതിർ ക്രിസ്തു അറിയാതെ, ലോകമറിയാതെ, സാത്താൻ അറിയാതെ അവന്റെ അടുക്കലേക്ക് തട്ടിക്കൊണ്ടുപോകുവാനാണ് യേശു വരുന്നത്. ഈ പദത്തിന് തിയോളജിക്കലായിട്ട് ആഴമേറിയ ചില അർത്ഥമുണ്ട്. എന്തുകൊണ്ട് കർത്താവ് മിന്നൽ പോലെ വരണം? എന്തുകൊണ്ട് കർത്താവ് കള്ളനെ പോലെ വരണം? നിങ്ങൾക്കറിയാമോ, നമുക്ക് പോരാട്ടമുള്ള ജനലക്ഷങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടുമാണ്. ആകാശം എന്ന് പറയുന്നത് സാത്താന്റെ ഹെഡ്ക്വാർട്ടറാണ്. സാത്താന്റെ അവതാരമായ എതിർ ക്രിസ്തു ഈ ലോകത്തിൽ വരുവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അവൻ വന്നു കഴിഞ്ഞാൽ സകല സ്വകാര്യ സ്വത്തുക്കളും കണ്ടുകെട്ടപ്പെടും. ഭീകരമായ സംഭവങ്ങൾ ഈ ലോകത്തിൽ നടക്കും. അവന്റെ പിടിയിൽപ്പെടാതെ, സാത്താന്റെ കുരുക്കിൽ കുരുങ്ങാതെ, അവൻ അറിയാതെ തന്റെ മക്കളെ തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകേണ്ടതിനാണ് യേശു കള്ളനെ പോലെ വരുന്നത്, മിന്നൽ പോലെ വരുന്നത്. ക്രിസ്തുവിന്റെ വരവിന് മൂലഭാഷയില് പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊരു പദം റാപ്ചർ എന്നുള്ളതാണ്. ആ വാക്കിന്റെ അർത്ഥങ്ങളിൽ ഒന്ന് കഴുകൻ, പരുന്തുകൾ അതിന്റെ ഇരയെ നോക്കി നടന്നിട്ട് വേഗമിറങ്ങി വന്ന് റാഞ്ചിക്കൊണ്ടുപോകുന്നതിന് തത്തുല്യമായ ഒരർത്ഥമാണ് അതിനുള്ളത്. ഭീകരമായ ഈ കാലഘട്ടത്തിൽ തന്റെ കാന്തെ അകപ്പെടാതിരിക്കാൻ ക്രിസ്തു തന്റെ സഭയെ റാഞ്ചിക്കൊണ്ടുപോകും. ഈ അർത്ഥത്തിലൊക്കെയാണ് മിന്നൽ പോലെ വരുമെന്നും കള്ളനെ പോലെ വരുമെന്നുമൊക്കെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച കുറെ കൂടെ വിശദീകരണമായ ചിന്ത നമുക്ക് ആവശ്യമായതുകൊണ്ട് സമയം അനുവദിക്കണമെങ്കിൽ നാം പിന്നീട് ചിന്തിക്കുന്നതാണ്. ക്രിസ്തുവിന്റെ വരവ് കള്ളനെ പോലെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങുന്ന മിന്നൽ പോലെ ആയിരിക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം എന്ന് ക്രിസ്തു തന്നെ പറയും. മത്തായി 24:42 നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പി. ഉറക്കത്തെ കുറിച്ച് പറയുമ്പോൾ പല പ്രിയപ്പെട്ടവരും ഉറങ്ങുന്നത് മിക്കവാറും യോഗങ്ങളില്ല. അപ്പോഴേ ഉറങ്ങാനായിട്ട് കഴിയുകയും ജോലി സ്ഥലത്ത് ഉറങ്ങിയ ജോലി പോകുമെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഉറങ്ങുവാൻ കിട്ടുന്ന സമയം യോഗ സമയമില്ല. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു രസികനായ മനുഷ്യൻ എഴുതിയ ഒരു ഫലിതം ഏതോ ഒരു മാസികയിൽ വായിക്കുകയുണ്ടായി. അതില് സഭായോഗം കഴിഞ്ഞു വന്ന് സഭയിലെ ചിലരുടെ ഉറക്കത്തെ കുറിച്ച് ഉള്ള കംപ്ലൈന്റ് കാര്യം ഭർത്താവ് പറയുന്നതാണ് അതൊരു വിഷയം. ഇന്ന് ആ കർമ്മദേശം നടന്ന സമയത്ത് ആ തോമാച്ചിന്റെ കൂർക്കം വലി എത്ര ഭയങ്കരമായിരുന്നു. അയാൾ ഉറങ്ങിയാലും ഇങ്ങനെ കൂർക്കം വലിക്കണമായിരുന്നോ? ആ സന്ദർഭം ഭർത്താവ് പറയുകയാണ്, എടി മറിയാമേ, തോമാച്ചൻ കൂർക്കം വലിച്ചത് കൊണ്ട് എനിക്ക് എഴുന്നേക്കാൻ, അതുകൊണ്ട് കർമ്മേശ എടുക്കാനും അവസരം കിട്ടിയ. നിങ്ങൾ പിന്നെ ചിന്തിച്ചിരിക്കാൻ മതി. ഇപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഉറക്കം അശ്ലീലമായി മാത്രമല്ല ആത്മീയമായി സംഭവിക്കുന്നുണ്ട്. 10 ജനികമാരുടെ ഉറക്കത്തെ കുറിച്ച്
നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിച്ച കഥ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ആ ഉറക്കം കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടത് മണവാളനെ കാണുവാനോ മണിയറയിൽ പ്രവേശിക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല. പൗലോസിന്റെ യോഗത്തിൽ പോലും ഉറങ്ങി താഴെ വീണ ഒരു മനുഷ്യനെ കുറിച്ച് വേറെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് മാനസികമായിട്ടുള്ള ഉറക്കങ്ങളായിരിക്കാം. എന്നാൽ ആത്മീയമായിട്ടുള്ള ഉറക്കം വലിയ അപകടത്തിൽ നമ്മളെ എത്തിക്കും. ജോലി തിരക്കാണ്, പ്രാർത്ഥിക്കുവാൻ സമയമില്ല, ആരാധിക്കുവാൻ സമയമില്ല, ബൈബിൾ വായിക്കുവാൻ സമയമില്ല, ദൈവവചനം കേൾക്കുവാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഈ ഓട്ടങ്ങൾ നമ്മളെ ആത്മീയമായ ഉറക്കത്തിലേക്ക് നയിക്കുകയും അവസാനം കർത്താവ് കടലിനെ പോലെ വരുമ്പോൾ, ഒരു മിന്നൽ പോലെ വരുമ്പോൾ നാം തള്ളപ്പെട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ വചനം ശ്രദ്ധിക്കുക. മത്തായി 24:42 നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. 24:44 അങ്ങനെ നിങ്ങൾ നിലയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഇതൊക്കെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവരായ കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടുള്ള വചനങ്ങളാണ്. യേശുവിന് തന്നെ സംശയം, തന്റെ വരവിൽ നമ്മൾ ഉറങ്ങിപ്പോകുമെന്ന്. യേശുവിന് തന്നെ സംശയം, തന്റെ വരവിൽ നമ്മൾ ഒരുങ്ങാതിരിക്കുമെന്ന്. താൻ വരുമ്പോൾ ഉറങ്ങിയിരിക്കുന്നവരെ ഒരുങ്ങാതിരിക്കുന്നവരെ തള്ളിക്കളയുകയല്ലാതെ ചേർക്കുവാൻ വഴിയില്ല. ഇത് സംബന്ധിച്ച് യേശു തന്നെ പറഞ്ഞ ഒരു ചിന്ത ശ്രദ്ധിക്കുക. അന്ന് രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് രണ്ടുപേർ ഒരു വയലിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് രണ്ടുപേർ തിരികളിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. ആ നിർണായകമായ സമയം എത്ര ഭയാനകമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉദാഹരണമായിട്ട് നിങ്ങൾ $1000 ഒരാളെ കളിപ്പിച്ചു, അതങ്ങനെ കൈവച്ചിരിക്കുക. ഒരു മാനസാന്തരമൊക്കെ ഉണ്ടായി. ഈ $1000 തിരിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുക. നാളെയാണ് നിങ്ങൾ തിരിച്ചു കൊടുക്കുവാൻ തീരുമാനിക്കുന്നിരിക്കട്ടെ. ഇന്ന് രാത്രിയാണ് ക്രിസ്തു വരുന്നെങ്കിൽ നിങ്ങൾ തള്ളപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് ഏത് നിമിഷം ക്രിസ്തുവിന്റെ വരവ് എന്ന് നിങ്ങൾ അറിയാതിരിക്കുന്നത് കൊണ്ട് ഉണർന്നിരിപ്പീൻ എന്ന് പറയുന്നത്. നിങ്ങൾ സഭയിൽ ഒരു വഴക്കുണ്ടാക്കി, നിങ്ങളുടെ പാസ്റ്ററോടോ അല്ലെങ്കിൽ വിശ്വാസിയോടോ വഴക്കുണ്ടാക്കി, ഭയങ്കരമായ പിണക്കം. ന്യായമായ കാര്യത്തിലൊക്കെയാണ് പിണക്കം അങ്ങ് കൂടി തമ്മിൽ കാണുകയോ സംസാരിക്കുകയില്ല, ഇങ്ങനെ വാശിയിലിങ്ങനെ നിൽക്കുകയാണ്, പിണങ്ങിങ്ങനെ നിൽക്കുകയാണ്. കഥ പറഞ്ഞത് ശത്രുവിനെ സ്നേഹിക്കണം. ശത്രുവിനെ പോയിട്ട് മിത്രത്തെ പോലും നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സ്നേഹിക്കാതിരിക്കുന്ന ഒരാളെ കർത്താവിന് കൊണ്ടുപോകാൻ കഴിയുകയില്ല. കർത്താവിന് നിത്യത്തെ കൊണ്ടുപോകാൻ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ സാത്താൻ പറയാൻ കൂടെ കൊണ്ടുപോകണം. അത്രയും ദോഷം ഞാൻ ചെയ്തതിന് ചിലപ്പോൾ പറഞ്ഞില്ല. നിങ്ങൾക്ക് ഒന്ന് നിരപ്പുമായിരിക്കണമെന്നും ക്രമീകരണം ചെയ്യുന്നതൊക്കെ ആഗ്രഹം. നാളെ ഞാൻ എന്നോർത്തിരിക്കുക. ഇത് വന്നുകൊണ്ടിരിക്കട്ടെ. യേശു നിങ്ങൾ തള്ളപ്പെട്ടു പോകും, ഞാൻ തള്ളപ്പെട്ടു. വീട്ടില് ഭാര്യ ഭർത്താവുമായിട്ട് ഒരു വഴക്കുണ്ടാകും. സ്വാഭാവികമായിട്ട് വഴക്കുണ്ടാകും. പക്ഷെങ്കിൽ നല്ലപോലെ തുടങ്ങി വെച്ച ഭക്ഷണം കഴിച്ചില്ല, ഭയങ്കര കോപമായി, ബഹളമായി, രണ്ടുപേരും പിണങ്ങി, രണ്ടുപേരും ഉറങ്ങാൻ പോയി. പിണങ്ങി വാശി കിടക്കുക. രണ്ടുപേരുടെ ഉള്ളിൽ കുറ്റബോധം. ഈ ഒരു തെറ്റാണ്. രാവിലെ ക്ഷമ ചോദിക്കണം, ക്രമീകരിക്കണം, പിണങ്ങിയിരിക്കാൻ പാടില്ല. രണ്ടുപേർക്കും തോന്നും. പക്ഷെ ഈ രാത്രി ഒരുപാട് കേസ് തോന്നും. ഭാര്യയും ഭർത്താവും തള്ളപ്പെട്ടു പോകും, എടുക്കപ്പെടുകയെ. ഒരു പക്ഷേ ഈ ഉപദേശങ്ങൾ നമ്മൾ സാധാരണ കേൾക്കുന്നില്ലായിരിക്കും. ഇത് നിങ്ങൾ കേൾക്കണം.
ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കുളിച്ച് സാരി കൊടുത്തിരിക്കുക എന്നാണ്. പിന്നെ എന്താ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ഒരു വ്യക്തിയാണ് എന്നിരിക്കട്ടെ. അനേക യോഗങ്ങളിൽ പോയി കുറെ കൂടെ കഴിയട്ടെ, അല്ലെങ്കിൽ മക്കളെ ഈ കാര്യം നടക്കട്ടെ, ഇതെല്ലാം നടക്കട്ടെ, അതിനുശേഷമൊക്കെ ആകാം എനിക്ക് പക്ഷേ യേശുവിനെ വേണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെന്നിരിക്കട്ടെ. നാളെ എനിക്ക് യേശുവിനെ സ്വീകരിക്കണം. പക്ഷെ ഇന്ന് കർത്താവെന്ന നിങ്ങൾ തള്ളപ്പെട്ടു പോകും. സ്നാനം സത്യമാണെന്ന് നിങ്ങൾക്കറിയാം, അത് കർത്താവിന്റെ കൽപ്പനയാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പോഴ് ഭർത്താവ് എന്താ പറയും, അല്ലെങ്കിൽ ഭാര്യ എന്നാ ചിന്തിക്കും? മകന്റെ കല്യാണം കൊണ്ട് കഴിയട്ടെ, എനിക്ക് കർത്താവിന്റെ കൽപ്പന അനുസരിക്കണം. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് കർത്താവ് വരുമെങ്കിൽ നിങ്ങൾ തലപ്പെട്ടു പോകും, നിങ്ങൾ ഒരുക്കപ്പെടുകയില്ല. സ്വത്രം സ്വത്രം സ്വത്രം. ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ട് വ്യഭിചാരം ചെയ്യുന്ന വ്യക്തിയാണെന്നിരിക്കട്ടെ, അവനൊരു ക്രമീകരണം പ്രാപിച്ചില്ല, നിരപ്പ് പ്രാപിച്ചില്ല, ഏറ്റു പറഞ്ഞില്ല, പാപം ക്ഷമിക്കപ്പെട്ടില്ല. നാളെ ഏറ്റു പറയണം, ക്രമീകരിക്കണം, എനിക്ക് കർത്താവ് വരുമ്പോ പോകണം എന്നൊക്കെ ഓർത്തിരിക്കുന്ന വ്യക്തിയാകട്ടെ യേശുവിന്റെ വരവിൽ അവൻ തള്ളപ്പെട്ടു പോകും. സുവിശേഷ വേലയുടെ പേരില് നമ്മൾ കുറെ പണം വഞ്ചിച്ചെടുക്കുകയോ പാല് വെക്കുകയും വേലയിറക്കും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പാസ്സാണെന്നിരിക്കട്ടെ. കുറെ കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും പാടില്ല, മാനസാന്തരപ്പെട്ടൊക്കെ ജീവിക്കണം. പക്ഷേ അതിന് മുമ്പാണ് കർത്താവെങ്കിൽ അതൊക്കെ തള്ളപ്പെട്ടു പോകും. ഒരുങ്ങിയിരിക്കുക, ഉണർന്നിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇപ്പോൾ ഒരുങ്ങുവാൻ നമുക്ക് സമയമുണ്ട്. നമ്മുടെ കുറവുകൾ എന്താണെന്ന് നമുക്കറിയാം, നമ്മുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാം, നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. അതിനൊരു പ്രവാചകനും നമ്മുടെ നിലയെ കൈവിട്ട് പറയേണ്ടതില്ല. നമ്മുടെ കുറവിനെ കണ്ടുപിടിക്കുവാനുള്ള ഏറ്റവും വലിയ പ്രവാചകൻ നമ്മൾ തന്നെയാണ്. നമുക്കാരോടെല്ലാം പിണക്കമുണ്ട്, നാം എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, നാം കർത്താവിന് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം കാര്യം ചെയ്തിട്ടുണ്ട്, ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കറിയാം. അതുള്ള ക്രമീകരണം ചെയ്യുവാനാണ് ഉണർന്നിരിക്കണം എന്ന് കർത്താവ് പറഞ്ഞത്, ഒരുങ്ങുക എന്ന് പറഞ്ഞത്. കാരണം കർത്താവിന്റെ വരവിൽ ആർക്കു വേണ്ടി അവൻ കാത്തിരിക്കുന്നില്ല. അവൻ മിന്നൽ പോലെ വരും, അവൻ കള്ളനെ പോലെ വരും, അവൻ നിരയാത്ത നാഴികൾ വരും. ആ സന്ദർഭത്തിൽ നീ തള്ളപ്പെടാതിരിക്കാൻ നിന്റെ മരണത്തിന് മുമ്പേ, അവന്റെ വരവിന് മുമ്പേ ഉണർന്നിരിക്കണം. ജീവിതത്തെ തിരുവചന പ്രകാരം ഒരുക്കിയെടുക്കണം. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, കർത്താവിന്റെ വരവിൽ പോകും എന്ന് പറയുന്നവരിൽ പകുതി പേര് തള്ളപ്പെടുവാനുള്ള സാധ്യത 90%. യേശു അതുകൊണ്ടാണ് 10 കന്യകമാരിൽ 5 2 ഒരാളും തള്ളപ്പെടുന്നതായും എടുക്കപ്പെടുന്നതായും രേഖപ്പെടുത്തിയെന്ന് ഞാൻ ചിന്തിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊരുങ്ങാം. ഏതെല്ലാം മേഖലകളിൽ നമുക്ക് പാളിച്ചു വന്നിട്ടുണ്ടോ, ആരെല്ലാം എന്തെല്ലാം ചിന്തിച്ചാലും അതിനുള്ള ക്രമീകരണം ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമാണ്. കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നെങ്കിൽ അതിനൊന്നും സമയം കളയരുത്. എന്നെ വളരെ എതിർത്ത എന്റെ ഒരു സഹോദരനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് സുകുമാരൻ എന്നാണ്. ഞാൻ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ തനിക്ക് ഞാൻ മുഖാന്തരം എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അപമാനങ്ങൾ, നിന്ദകൾ വന്നതായിട്ടൊക്കെ തനിക്ക് തോന്നി. ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ജ്യേഷ്ഠനോട് എന്റെ യേശുവിനെ കുറിച്ച് പറഞ്ഞു. താൻ എന്നെ തല്ലിക്കൊല്ലാൻ സാധിച്ചാൽ സന്തോഷമെന്നുള്ള നിലയിൽ കോപാകുലനായിരിക്കുന്ന സമയത്ത് ഞാൻ ക്രിസ്ത്യമാർഗത്തിൽ വന്നതുകൊണ്ട് ഞങ്ങളുടെ വീടിന് ഞാൻ മുഖാന്തരം നാണക്കേട് വരുത്തി എന്ന് താൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂടെ ക്രിസ്ത്യാനിയാക്കുവാനുള്ള എന്റെ പരിശ്രമത്തിൽ താൻ കോപാകുലനായി. താൻ ഒരു സ്ഫോടനമായി മാറി. വായിൽ വന്നതൊക്കെ താൻ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കലികേറി
വീട്ടിലിറങ്ങിയും കയ്യൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഞാനും ആ ദേശത്തിന്റെ ആണല്ലോ, ഞാൻ പറഞ്ഞു സുവിശേഷത്തെ എതിർക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്നെ എതിർക്കുന്നത് കുഴപ്പമില്ല, സുവിശേഷത്തെ എതിർക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്റെ ജ്യേഷ്ഠന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഇവരെങ്ങനെ കിട്ടി ഇത്രയും ധൈര്യം? അതെ, സുവിശേഷം പറയുന്ന കാര്യത്തിൽ നമുക്കൊരു പ്രത്യേക ധൈര്യമുണ്ട്. ഉടനെ ജ്യേഷ്ഠനോട് ചോദിച്ചു, എന്ത് സംഭവിക്കണം? ഞാൻ പറഞ്ഞു, ദൈവം സൃഷ്ടിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ ദൈവം എനിക്കൊരു ശിക്ഷ ഇങ്ങോട്ട് വരുത്തിക്കട എന്നെ ദേശം. ഞാൻ കുഴഞ്ഞു. ഞാനിങ്ങനെ പറയുകയും ചെയ്തല്ലോ. എന്തിനേറെ തന്റെ വെല്ലുവിളി ദൈവം കേട്ടു. 1 മാസത്തിനുള്ളിൽ ഞങ്ങൾ 5 സഹോദരന്മാരിൽ സുന്ദരനും ആരോഗ്യവാനുമായിരുന്ന എന്റെ ജ്യേഷ്ഠൻ സുകുമാരന് രോഗിയായി കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. എന്റെ ഓർമ്മയില് ഇന്നുവരെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു മെഡിക്കൽ കോളേജിൽ രോഗിയായിട്ട് ഈ സംഭവം തന്നെ നടന്നിട്ട് ഇപ്പോൾ 10-23 വർഷമായി. എന്റെ ഓർമ്മ മുതൽ ഇന്നുവരെ മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എന്റെ ഓർമ്മയില് ഒരാളെ കൊണ്ടുപോയി ഇദ്ദേഹത്തെ മാത്രമാണ്. ചെറിയ പനിയും തലവേദനയൊക്കെ ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം എന്റെ ജ്യേഷ്ഠനൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, എടാ ചെറിയ തലവേദനയും പനിയൊന്നും വന്നാൽ ഞാൻ വിശ്വസിക്കുകയല്ല, അതൊക്കെ എല്ലാവർക്കും വരും. പിന്നെ നിന്റെ ദൈവം എന്നെ ശിക്ഷിച്ചെന്ന് പറഞ്ഞ് നീ ഇവരോട് കൂയിക്കൊണ്ട് നടക്കരുത്. അപ്പം എന്റെ ജ്യേഷ്ഠൻ അറിയാൻ നമ്മുടെ സാക്ഷ്യം പറയാം. അതുകൊണ്ട് നിന്റെ ദൈവം എന്നെ ശിക്ഷിച്ചു എന്ന് എനിക്ക് തോന്നുന്ന നിലയിൽ ഒരു ശിക്ഷ എനിക്ക് വരുത്തിക്കണം എന്നായി. എന്തുമായിട്ടുണ്ട്, ജ്യേഷ്ഠൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി തന്റെ നിറം മാറി, തന്റെ കവിൾത്തടങ്ങൾ ഒട്ടി, തന്റെ കണ്ണുകൾ കുഴിഞ്ഞു. അത്ഭുതകരമായിട്ട് താൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു അസ്ഥിമതിരമായിട്ട് താൻ തന്റെ വീട്ടിൽ വന്നു. ഞാൻ എന്റെ ജ്യേഷ്ഠനെ കാണാൻ പോയി. 1 മാസത്തിനുള്ളിൽ എനിക്ക് എന്റെ ജ്യേഷ്ഠനെ കണ്ടപ്പോൾ വലിയ ദുഃഖം തോന്നി. താൻ ഇങ്ങനെ ബെഡ് റെസ്റ്റില്ല. എന്നെ കണ്ടപ്പോൾ നേരെ തിരിഞ്ഞ് എന്റെ മുഖത്തേക്ക് നോക്കി. ഉടനെ എന്നോട് പറഞ്ഞാ, ഈ ഉപദേശിമാരെല്ലാം അടിച്ച് ഈ ഭാരതത്തിന് പുറത്താക്കാതെ ഈ നാട് നന്നാൻ പോകുന്നു. ഞാൻ ഓർത്തത് ചെല്ലയൊക്കെ എത്ര ശിക്ഷ ഉണ്ടായാലും ഗുണം കൊടുക്കില്ല. ഞാനൊന്നും വേണ്ടിയില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ കർത്താവേ എന്റെ ഈ സഹോദരനെ രക്ഷിക്കണമേ. ഞാൻ എന്റെ ഉള്ളം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി. എന്റെ ജ്യേഷ്ഠൻ തോന്നി ഈ വീട്ടിനകത്തിന് ഇരിക്കുന്നവരുണ്ടായി ഈ കഷ്ടതയല്ല, രോഗവും ദുഃഖവും നിലവിളിയൊക്കെ. ദേവദാസന്മാരോടും സുവിശേഷത്തോടും എതിർത്തുകൊണ്ടാണ് ഈ ന്യായവിധിയെന്ന് എനിക്ക് മനസ്സിലായില്ല. പല വീടുകളിലും പല വ്യക്തികളിലും പല കുടുംബങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ന്യായവിധിയുടെ കാരണങ്ങൾ വ്യവസ്ഥ വ്യക്തിച്ച് കത്തുനേച്ച് എടുത്തത് കൊണ്ടും സഭയിൽ കലഹമുണ്ടാക്കിയത് കൊണ്ടും ജീവിക്കുന്ന ദേവദാസന്മാരെ കണ്ണീര് കുടിപ്പിച്ചത് കൊണ്ടാണ്. അതാരും പ്രാർത്ഥിച്ചാലും മാറുകയില്ല. അത് പിശാചിന്റെ ഉപദ്രവമല്ല, ദൈവത്തിന്റെ ശിക്ഷയാണ്. അത് തലമുറയിൽ ഒഴുകിക്കൊണ്ടിരിക്കും. അത് മേടിച്ച് കിട്ടുകയെ നിർത്തിയും. പക്ഷെ എന്റെ ദേശം ഓർത്തത് ഇത് ശനിദേശയാണ്. സമയം മോശം, വീടിരിക്കുന്നതിന്റെ കോണ് ശരിയല്ല. ഞാൻ ഇവിടുത്തെ എന്റെ ദേശത്തിന് ശനിദേശയിലുമുള്ള ശാലം ദേശം ഉണ്ടായിരുന്നേ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം അത്രയും ദേശം ഇല്ലാതെ ഒരു വെല്ലായിപ്പോ എന്റെ ദേശം. എന്തിനേറെ 1 മാസം കഴിയുമ്പോൾ എന്റെ ദേശം തോന്നി ഈ വീട്ടിൽ താമസിച്ച മുടിഞ്ഞു പോയി. ഞാൻ അതുകൊണ്ട് ചത്തുപോയി. ഞാൻ വിറ്റു. വീട് വിറ്റത് ആശംസ കൊണ്ടാണ്. ഒരു ഉപദേശി അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഉപദേശി ഓടിക്കണമെന്ന് എന്റെ ദേശം പറഞ്ഞ സ്ഥലത്ത് ഒരു ഉപദേശി വന്നോട് ഒരു സഭയായി. 1 മാസത്തിനുള്ളിൽ എന്റെ ദേശത്തിന്റെ വലിയൊരു പാണ്ടിക്കുഴിയില് ഒരു സ്ഥലത്ത് ജീവിതത്തിന്റെ എല്ലാ മാർഗവും അടഞ്ഞ് എല്ലാ വഴികളും അടഞ്ഞ് താനൊരു പാണ്ടിക്കുഴിയില് പോയി താമസിച്ചു. എന്നിട്ടും പിടിവിട്ടില്ല. എന്നിട്ടും താൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. താൻ അടുത്തില്ല. 15 വർഷം എന്റെ ജ്യേഷ്ഠൻ ഈ സുവിശേഷത്തോട് എതിർത്തുകൊണ്ട് ദീർഘമായ 15 വർഷവും ഞാൻ പ്രാർത്ഥിച്ചു. 15 വർഷത്തിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ പോയതിനു ശേഷം എന്റെ ജ്യേഷ്ഠൻ വീട്ടിലേക്ക് പോകുന്ന വഴി എന്നെ കാണാൻ മുണ്ടിയപ്പള്ളിയിൽ വന്നു. ഞാൻ നോക്കിയപ്പോൾ എന്റെ ജ്യേഷ്ഠനും എന്റെ ജ്യേഷ്ഠത്തെയും മക്കളും കൂടെ നടന്നു വരുന്നു. എന്റെ അടുത്തേക്ക് വരുന്നു. എനിക്ക് അത്ഭുതം തോന്നി.
ഞാൻ അവരെ സ്വാഗതം ചെയ്തു. സുവിശേഷം പറയുന്നതുകൊണ്ടാണല്ലോ പ്രശ്നം. സുവിശേഷം പറയുന്നില്ല എന്ന് തീരുമാനിച്ചു. ഭക്ഷണമൊക്കെ കൊടുത്തു, നാട്ടുകാരിയൊക്കെ പറഞ്ഞു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ എനിക്ക് വലിയ അസ്വസ്ഥത. എന്റെ അടുത്ത് വന്ന എന്റെ സഹോദരനോട് സുവിശേഷം പറയാതിരിക്കൂ, തനിക്ക് കുടുംബ ബന്ധങ്ങൾ ഐക്യമാക്കാൻ സുവിശേഷമാണോ മാറ്റി വെക്കേണ്ടത്? തനിക്ക് ഇഷ്ടമല്ലെങ്കിലും സുവിശേഷം എനിക്കിഷ്ടമാണ്. ഞാൻ എന്റെ ജ്യേഷ്ഠനോട് സുവിശേഷം പറയാതെ തന്റെ മനസ്സിലെ 2 ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. താൻ വരാതിരുന്നതിന്റെ ഒരു കാര്യം, ഇതിനകത്തൊക്കെ അസാമാന്യത്തെ നടക്കുകയാണ്. ഇവർ യോഗമാണെന്നും പറഞ്ഞ് ഒന്നിച്ചുകൂടി വേറെ പല പരിപാടിയാണ്. അതിനൊക്കെ അവർക്ക് അവരുടേതായ സെറ്റ് വേർഡുകളൊക്കെ ഉണ്ട്. യോഗം മൂക്കുമ്പോൾ ലൈറ്റ് അണയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിനകത്തേക്ക് എന്റെ സഹോദരൻ പോയല്ലോ, എന്റെ അനിയൻ പോയല്ലോ എന്നുള്ള ദുഃഖമാണ് തന്റെ മനസ്സിലിരിക്കുന്നത്. അതാണ് ഞാൻ ഈ കവിതയിൽ നിന്ന് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എതിർക്കുന്നത്. യേശുവിനോടും എതിർപ്പൊന്നുമല്ല. പലരും എതിർക്കുന്നത് യേശുവിനോടും ബൈബിളിനോടൊന്നും അല്ല. അവരുടെയൊക്കെ മനസ്സിൽ വേറെ ചിന്തയാണ്. ഞാൻ എന്റെ ജ്യേഷ്ഠനോട് ചോദ്യം ചോദിച്ചു. അന്ന് കഴിഞ്ഞ 15-ലധികം വർഷങ്ങൾ ഞാൻ യേശുവിനെ സ്വീകരിച്ച് യേശുവിനെ സ്നേഹിക്കുന്നു. എന്റെ സ്വന്തം അമ്മയും എന്റെ സ്വന്തം സഹോദരി, എന്റെ സ്വന്തം ഭാര്യ, ഈ മാർഗത്തിൽ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, എന്റെ ജ്യേഷ്ഠൻ ചിന്തിക്കുന്ന പോലെ ഇതൊരു അസാന്മാർഗമായ ഗ്രൂപ്പായിരുന്നെങ്കിൽ എന്റെ അമ്മയെ ഞാൻ ഇതിനകത്ത് നിർത്തുമോ, എന്റെ സഹോദരിയെ ഞാൻ ഇതിനകത്ത് നിർത്തുമോ, എന്റെ ഭാര്യയെ ഞാൻ ഇതിനകത്ത് നിർത്തുമോ? താൻ ചിന്തിക്കുവാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ ചോദ്യം അവിടെ നിർത്തിയിട്ട് ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു. അപ്പോൾ എന്റെ ജ്യേഷ്ഠന്റെ അടുത്ത ചിന്ത, സായിപ്പ് വളർന്നത് അങ്ങനെ ഈ പൈസയ്ക്ക് വേണ്ടിയാണ് ഈ മതം മാറുന്നത്. ഒരു യഥാർത്ഥ ഭാരതീയൻ, ഒരു യഥാർത്ഥ ഹിന്ദു, അവന്റെ ഫിലോസഫി സമ്പത്ത് അവരെ മാന്യനാക്കുന്നില്ല. സമ്പത്ത് അവന്റെ മാന്യതയ്ക്ക് കളങ്കമുണ്ടാക്കുന്നു, അവന്റെ ഉയർച്ചയ്ക്ക് തടസ്സമാകും. അത് മനസ്സിലാക്കിയാണ് മഹാത്മാഗാന്ധി ഭാരതീയരുടെ മനസ്സ് മനസ്സിലാക്കി ആ ഒരു യാചകന്റെ ഒരു ഫക്കീർ എന്ന നിലയിലേക്ക് താൻ മാറിയതാണ്. ഭാരതീയന്റെ മനസ്സിനെ എഴുതിയുവാൻ തനിക്ക് കഴിയും. ഭാരതീയരുടെ ഭക്തി നോക്കുമ്പോൾ സകലതും വിട്ട്, എല്ലാം വിട്ട്, ഭക്തി കൂടുമ്പോൾ തുണിയും വിട്ട്, എല്ലാം വിടുക എന്ന് പറഞ്ഞാൽ എല്ലാം വിടുക, ചെരുപ്പ്, തുണി എല്ലാം വിട്ടു പോവുകയാണ്. അങ്ങനെയുള്ള ഭക്തശിരോമണികളുടെ മുൻപിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ചെന്നാൽ അവർ എഴുന്നേറ്റാൽ അതെങ്കിലും കേട്ടിട്ടുണ്ടോ? അവർ എഴുന്നേറ്റ് അവരെ തൊഴുകയുള്ളൂ, ഇവർ തൊഴാറില്ല. പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അവരുടെ മുൻപിൽ ആരുമല്ല. അവർക്കിടുന്ന കസേര ചെറുതായി. അതാണ് കുട്ടിവർത്തി സായിബാബായുടെ അടുത്ത് ശങ്കർദയാൽ ശർമ്മ, ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ശങ്കർദയാൽ ശർമ്മ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ കസേരയായിരിക്കാൻ കൊടുത്തത്. വലിയ കസേരയിൽ ഒരിക്കലും അവരെടുത്തിരുത്തില്ല. അവരെക്കാൾ വലിയവർ ആരുമില്ല. ഇതൊരു ഭാരതീയന്റെ ശരിയായ ചിന്തയാണ്. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞതേ. അതുകൊണ്ട് ആ ചിന്തയുള്ള എന്റെ ജ്യേഷ്ഠന്, എന്റെ അനിയൻ പണത്തിന്റെ പുറകെ, സാഹിത്യത്തിന്റെ പുറകെ പോകുക എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അപരാധമാണ്. അതാണ് എന്റെ ജ്യേഷ്ഠനെ വിവർത്തിക്കുന്നത് എനിക്കറിയാമായിരുന്നു. ഞാൻ എന്റെ ജ്യേഷ്ഠന് അതിന് കൊടുത്ത മറുപടി ഇതാണ്. ഞാൻ പറഞ്ഞു, ഇത് പണസമ്പാദനത്തിന്റെ ഒരു മാർഗമായിരുന്നെങ്കിൽ പലർക്കുമായിരിക്കാം. പക്ഷെ ഇത് പണസമ്പാദനത്തിന് വേണ്ടിയുള്ള എന്റെ ഒരു മാർഗമായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ ഈ മാർഗത്തിൽ വരുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. 10, 20, 28 ദിവസങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാതെ ഞാൻ ഇവർക്ക് വേണ്ടി ഉപസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് എന്റെ ഈ സഹോദരന്മാർക്കറിയാം. സാഹിത്യത്തിന്റെ പണത്തിന് വേണ്ടിയാണെങ്കിൽ സാഹിത്യത്തിന്റെ അടുക്കൽ പോയി ഉപസിച്ചാൽ പോലെ എന്റെ ജ്യേഷ്ഠൻ ഇതിനകത്ത് വരുവാൻ ഞാൻ എന്തിനാഗ്രഹിക്കണം?
ജ്യേഷ്ഠൻ വന്നാൽ ജ്യേഷ്ഠൻ എനിക്ക് പണം തരുമോ? അതിന് താൻ മറുപടി പറഞ്ഞില്ല. താൻ ചിന്തിക്കുന്നവനായിരുന്നു. തന്റെ ചിന്തകൾക്ക് മറുപടി കിട്ടിയെന്ന് എനിക്ക് ബോധ്യമായി. അടുത്ത പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ജ്യേഷ്ഠൻ എന്റെ അടുത്ത് വന്നു. തന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നോട് പറഞ്ഞു, സഹോദര, യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്തൊരു സന്ദർഭമായിരുന്നു അത്. കാരണം 15 വർഷത്തെ എന്റെ ജ്യേഷ്ഠന്റെ ഓരോ സ്വഭാവങ്ങളും വാക്കുകളും എനിക്ക് നന്ദിയെന്നുള്ളവനെ നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ വേഗം എന്നിലേക്ക് മടങ്ങി വന്നു. ഒരു ദൈവദാസനായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മുട്ടുകുത്താൻ പറഞ്ഞു. ഇവിടെ അനിയൻ വേറെ, ജ്യേഷ്ഠൻ വേറെ. ദൈവദാസന്റെ മുൻപിൽ അനിയനാര്, അപ്പനാര്, അമ്മയാര്, അതിനൊക്കെ വേറെ അർത്ഥങ്ങൾ. ഞാൻ പറഞ്ഞു, മുട്ടുകുത്താൻ പറഞ്ഞു. അദ്ദേഹം മുട്ടുകുത്തി. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം നിറകണ്ണുകളോടുകൂടി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഞാൻ നോക്കുമ്പോൾ തന്നെ എന്റെ ജ്യേഷ്ഠന്റെ മുഖഭാവം മാറുന്നതും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതും എനിക്ക് കാണാമായിരുന്നു. ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രധാന വിഷയം, എന്റെ ജ്യേഷ്ഠൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സ്നാനപ്പെടേണ്ടത് തിരുവചന പ്രകാരം സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. താൻ സ്നാനപ്പെടുവാനായിട്ട് തയ്യാറായപ്പോൾ എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാനിങ്ങനെ സ്നാനപ്പെടാൻ പോകും. വളരെ ശാന്ത സ്വഭാവക്കാരിയായിരിക്കുന്ന എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ സ്നാനപ്പെടരുത്. നമ്മുടെ മകളുടെ കല്യാണ ഉറപ്പ് നടന്ന സമയം, അതിന്റെ ആലോചന നടക്കുന്ന സമയം, എന്റെ ജ്യേഷ്ഠൻ 4 മക്കൾ, അതിൽ മൂത്ത മകളുടെ വിവാഹാലോചന കുവൈറ്റിൽ ജോലിയുള്ള ഒരു നായർ വിവാഹമായിട്ട്, ഞങ്ങളുടെ അടുത്തുള്ള ഒരു വിവാഹമായിട്ട് പേരൻസ് തമ്മിൽ ഏതാണ്ട് ഒരു ആലോചന വന്നിരിക്കുകയാണ്. ആ പയ്യൻ മടങ്ങി വരുമ്പോൾ കല്യാണം നടക്കണം. എന്റെ ദേശത്ത് പറഞ്ഞു, നിങ്ങളിപ്പോൾ സ്നാനപ്പെടരുത്, നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയെ അത് ബാധിക്കും, അവരുടെ കല്യാണം മാറിപ്പോകും, അതുകൊണ്ട് നിങ്ങൾ സ്നാനപ്പെടരുത്. എന്റെ ദേശം പറഞ്ഞു, മകളുടെ കല്യാണം വേറെ, സ്നാനം വേറെ. സ്നാനം കർത്താവിന്റെ കൽപ്പന അനുസരിക്കുക. അപ്പോഴേക്കും എന്റെ ദേശത്തിന്റെ സ്വഭാവം കുറെ കൂടെ മാറി. താൻ പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെടുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഓർത്തോണോ? അത് ഒരു വലിയ വെല്ലുവിളിയാണ്. ഏത് ഭർത്താവിനെ പിടിച്ചു കുലുക്കുന്ന ഒരു വിഷയമാണ്. എന്റെ ദേശത്തിന് ഒരല്പം ഏലത്തോട്ടം ഉള്ളത് കൊണ്ട് ഈ ഏലത്തോട്ടത്തിന് ആവശ്യമുള്ള വിഷം ലിറ്റർ കണക്കിന് വലിയ കനാസിൽ മേടിച്ചവിടെ വെച്ചു. അപ്പൊ വിഷം എടുത്ത് കുടിക്കാനായിട്ട് വേറെ അടുത്തൊന്നും പോണ്ട. ഉടനെ വിദേശം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അങ്ങനെയാണെങ്കിൽ ആത്മഹത്യ ചെയ്യോ, പിന്നെ ശവടക്കുന്ന ആവശ്യം വെക്കൂ. ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ശവടൊക്കെ ഉള്ളൂ, ആ കാര്യത്തിൽ ക്ഷമിക്കണം, ഉടനെ നടത്താൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ജ്യേഷ്ഠൻ നേരെ മുണ്ടിപ്പള്ളിയിലേക്ക് വന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒരുങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. യേശു വരുമ്പോൾ തള്ളപ്പെടുക എന്ന് പറയുന്നതും ഒരു ചെറിയ കാര്യമല്ല. 60 വർഷത്തെയോ 100 വർഷത്തെയോ ജീവിതമല്ല പ്രധാനം. 10,000 കോടി വർഷം കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ആ കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കുന്നവൻ ബുദ്ധിമാനാണ്. എന്റെ ജ്യേഷ്ഠൻ നേരെ എന്റെ അടുത്തിലേക്കാണ് വന്നത്. വീട്ടിൽ നടന്ന സംഭവങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. ഇനി ഞാൻ സ്നാനപ്പെട്ട കാര്യം കൂടി ഒരു കാര്യം പറയട്ടെ. 1974 ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിന്റെ മുൻപിൽ വെച്ച് തന്നെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ സ്നാനപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ വീട്ടുപേര് കുമരികുളം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. കുമരികുളം എന്ന് പറയുന്നത് പണ്ട് സ്വർഗത്തിൽ നിന്ന് കുമാരിമാര്, മാലാഖമാര് അവിടെ വന്ന് കുളിക്കുമാരെന്നാണ് ഐതിഹ്യം. പക്ഷേ എന്റെ ചെറുപ്രായം മുതൽ പോത്ത് വരുമ്പോൾ കുളിക്കുന്നല്ല, വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തുമാണ് ഞങ്ങളുടെ വീട്ടുകാരും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവിടെ സ്നാനപ്പെടണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായി. പക്ഷെ ഞങ്ങളുടെ പാസിന്റെ പേര് പ്രശ്നമാകുമോ? നാടകം, വീടളവും, പാസിന് സ്നാനപ്പെടുത്തിയ പാസും സ്നാനാർത്ഥിയും കാണുമോ? അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പിടിച്ച് കുറെ കൂടെ നിന്നു. ബുദ്ധിമാനായിരുന്നു പാസ്. ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. എന്നോടാരും സ്നാനപ്പെടണമെന്ന് പറഞ്ഞില്ല. ഞാൻ പാസ്സോട് പറയായിരുന്നു സ്നാനപ്പെടണമെന്ന്. സ്വത്രം നമ്മുടെ കാര്യം നമ്മളെ ഇപ്പൊ ശ്വാസം വലിക്കാനായിട്ട് നിങ്ങളോട് പറയണോ? ഇനി ചോദിച്ചോളാം.
ഇനി 5 മിനിറ്റ് ശ്വാസം ചെയ്തോ, ആരും പറയണ്ട. അത് നല്ലതൊക്കെ നമ്മുടെ ആവശ്യമാണ് ശ്വസിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ പോയി സ്നാനപ്പെട്ടു. നേരെ വീട്ടിലോട്ട് തന്നെയാണ് പോയത്. ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ ആളുകൾ ഈ മരത്തിന്റെ മുകളിലൊക്കെ സ്നാനം കാണാനായിട്ട്, ഗോപാലകൃഷ്ണൻ സ്നാനം കാണാനായിട്ട് എല്ലാവരും വന്നു. ഞാൻ സ്നാനപ്പെടാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഭാഷ നിർത്തിക്കുകയും എനിക്ക് 2-3 ഹല്ലേലൂയ പറയണം. വെടിവിട്ടതുപോലെ 3 ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ അതിന് സ്നാനപ്പെടുത്തിക്കൊള്ളാം. അപ്പൊ മരത്തിന് മുകളിലൊക്കെ എന്റെ സ്നാനം കാണാൻ ആൾക്കാരെ കൊണ്ട് ഒരു ഹല്ലേലൂയ കേട്ടോട്ടെ. കാരണം എനിക്കറിയാം ഞാൻ സ്നാനപ്പെടുന്നത് എന്റെ യേശുവിനോട് ചേരാനാണ്. ഞാൻ സ്നാനപ്പെടുന്നത് കർത്താവിനെ ധരിക്കാനാണ്. ഞാൻ സ്നാനപ്പെടുന്നത് എന്റെ കർത്താവിന്റെ കൽപ്പന അനുസരിക്കാനാണ്. അത് മാത്രമല്ല, ഞാൻ 1000 കോടി വർഷം കഴിഞ്ഞാലും ജീവിക്കണം ആ കാലത്തേക്ക് കൂടി വേണ്ടിയാണ്. അത് കഴിഞ്ഞ് ഞാൻ സ്നാനപ്പെട്ടൊക്കെ വീട്ടിൽ വന്നപ്പോഴ് എന്റെ ഈ ജ്യേഷ്ഠൻ സുകുമാരൻ ഉൾപ്പെടെ എല്ലാ സഹോദരങ്ങളും കൂടിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ ഒരാൾ ഓടി വന്നെന്റെ കാതെ പറഞ്ഞു, എടാ ഗോപാലകൃഷ്ണ, കാക്ക കുടിച്ചാൽ കൊക്കാവോ? നീ സ്നാനപ്പെട്ട ക്രിസ്ത്യാനിയാകുമോ? അപ്പൊ ആദ്യം പോലെ നമുക്ക് കിട്ടി. എനിക്ക് വലിയ സന്തോഷം. ഞാൻ കാക്കയാകാനും കൊക്കാകാനും അല്ല സ്നാനപ്പെട്ടത്, ഞാൻ യേശുവിനെ ധരിക്കാനാണ് സ്നാനപ്പെട്ടത്. അതുകൊണ്ട് ഞാനിങ്ങനെ സന്തോഷിച്ചു വരികയാണ്. വീട്ടിലോട്ട് തന്നെയാണ് വരുന്നത്. ഒരു പ്ലാസ്റ്റിക് സഞ്ചിക്കകത്ത് തുണിയൊക്കെ വെച്ച് ഞാനിങ്ങനെ സന്തോഷമായിട്ട് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലേക്ക് അങ്ങോട്ട് എനിക്കറിയാൻ പ്രശ്നം ഉണ്ടാകുന്ന വീട്ടിലേക്ക് അങ്ങോട്ട് കയറി എന്റെ ഈ ജ്യേഷ്ഠൻ ഇറങ്ങി വന്നു. അപ്പോൾ എനിക്ക് പോൾ എന്നുള്ളൊരു പേര് സ്നാനപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ക്ലാസ് നൽകി. പോൾ. അതല്ല പോളിന്റെ കാര്യം. ആദ്യം ദേവദാസന് പോൾ എന്നുള്ള പേര് കർത്താവിന്റെ ദാസൻ തന്നല്ലേ, പിന്നെ അതിരിക്കട്ടെന്ന് ഞാൻ കരുതി. വീട്ടിൽ ചെന്ന ഉടനെ ഈ പേര് കിട്ടിയ കാര്യമൊക്കെ ആയിരുന്നു. എന്റെ ദേഷ്യം വാങ്ങിയൊന്നുമില്ല. ക്രിസ്ത്യാനികളെല്ലാം കൂടെ അവന്റെ പേര് മാറ്റി എന്റെ മോളെ നാട്ടിന് എന്ന് പറഞ്ഞാണ് എന്നെ ആദ്യം സ്വാഗതം ചെയ്തത്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ മോനാകാനും മോളാകാനും അല്ല സ്നാനപ്പെട്ടത്, ഞാൻ യേശുവിന്റെ കൽപ്പന അനുസരിക്കുവാനാണ് സ്നാനപ്പെട്ടത്. ആ ദേശം മുണ്ടിയപ്പള്ളി എന്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പി സ്നാനപ്പെടാൻ വന്നു നിൽക്കുമെന്ന് ഞാൻ അന്ന് കരുതിയിരുന്നില്ല. ആ സഹോദരനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ സ്നാനപ്പെട്ടു കഴിഞ്ഞ് എന്റെ ദേശം ബുദ്ധിമാനാണ്. കാരണം വീട്ടിൽ നടക്കുന്ന സംഭവം പറഞ്ഞാൽ ഒരനിയൻ എന്നുള്ളത് സ്നാനപ്പെടുത്താതെ വിഷയം മാറ്റി വെക്കാതിരിക്കാൻ ഞാനെന്ന് പറയാതെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, വീട്ടിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. എനിക്ക് വലിയ ഭയം തോന്നി. കാരണം എന്റെ നല്ല ചേച്ചി, എന്റെ ജ്യേഷ്ഠത്തെ അങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ വിഷം കുടിച്ചോ എന്തെങ്കിലും മരിച്ചു പോയാൽ പിന്നെ എനിക്ക് എന്റെ ജ്യേഷ്ഠത്തെ കിട്ടുമോ? ആൾക്കാരെല്ലാം പറയുകയില്ലേ, അവന് യേശുവിന്റെ പുറകെ പോയി സ്നാനപ്പെട്ടു, കുടുംബം തകർന്നു, ആത്മഹത്യ ഉണ്ടായി എന്നൊക്കെ പറയുകയില്ലേ? ജനങ്ങൾക്ക് വന്ന് മനസ്സിലാകുമോ? ഞങ്ങൾ സഭയായിട്ട് കൈയോട് കൈ ഓർത്ത് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വേഗം മുണ്ടിപ്പള്ളിയിൽ ഹൈറേഞ്ചിലേക്ക് പോയി. ഹൈറേഞ്ചിലേക്ക് എനിക്കറിയാം സാത്താൻ നടക്കുന്ന പരിപാടിയാണ്. നിങ്ങൾ ഓർക്കണം, ഈ ഉടക്കെല്ലാം ഉണ്ടാക്കുന്ന സാത്താന. അത് കേട്ടിരുന്നാൽ ഒരിക്കലും കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ പറ്റില്ല. കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയും ശാസിക്കുകയും ചെയ്താൽ ഇതെല്ലാം മാറിക്കൊള്ളു. ഞാൻ വീട്ടിൽ ചെന്ന് എന്റെ ദേശത്തെ മക്കളെല്ലാം വിളിച്ചു. എന്നോടൊരു ബഹുമാനമൊക്കെ ഉണ്ടതൊക്കെ ഞങ്ങൾ എല്ലാവരും വരാൻ പറഞ്ഞു. എല്ലാവരും വന്നു. ഓരോന്നിന്റെ ഒക്കെ മുഖമൊക്കെ വേറെ ആയിരുന്നു. ആദ്യം വലിയ ഗൗരവത്തോടൊക്കെയാണ്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള സൂചനം പറയാൻ അവർക്ക് ഇഷ്ടമല്ലേ. ഞങ്ങൾ വരാൻ പറഞ്ഞു. എല്ലാവരും വന്നു നിന്നു. ഒരല്പസമയം സ്തോത്രം ചെയ്ത് യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കൽപ്പനയ്ക്കെതിരായി വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിയെ ഞാൻ ശാസിക്കുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. അവരും രക്ഷിക്കപ്പെട്ടു. അവരെ സ്നാനപ്പെടുത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം. ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനപ്രകാരം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണമോ അത് നാളെയാക്കാതെ ഒരുങ്ങുക എന്നുള്ളതാണ്. നാളെ 10 മണിക്ക് നിങ്ങൾക്കൊരു ജോലിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണ്. ഒരു ദിവസം $1000, ഒരു കാർ, നല്ലൊരു വീട്, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും.
പക്ഷെങ്കിൽ നാളെ 10 മണിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്നാനം ക്രമീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? ഏത് മാറ്റി വെക്കും? ആട്ടെ, സ്നാനം മാറ്റി വെച്ച് ജോലിക്ക് പോകും. കുഴപ്പമൊന്നുമില്ല. ഇത് മാറ്റിവെച്ച സമയത്താണ് യേശു വന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അവൻ തള്ളപ്പെടും. ഇവന്റെ ഡോളർ കൊണ്ടും ഇവന്റെ കാടിലാക്ക് കൊണ്ടും ഇവന്റെ വീട് കൊണ്ടും ഇവന്റെ പൊസിഷൻ കൊണ്ടും ഈ ഭൂമിയിൽ കഴിയും. കേവലം 50 60 100 വർഷം ജീവിച്ചിട്ട് അവൻ എന്നേക്കുമായി നരകത്തിലേക്ക് പോകും. അതേസമയം ആ ജോലിയെ വിട്ട്, ആ പൊസിഷനെ വിട്ട്, കർത്താവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് ഇവിടെ കേവലം $5 വേണ്ടി ജീവിച്ച് ഏതെങ്കിലും ഒരു ടെലിഫോണിൽ കിടന്ന് മരിച്ച് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ട് നിശ്ചിത മുഴുവൻ കഴിയുന്നെങ്കിൽ അവനായിരിക്കും ബുദ്ധിമാൻ, അവനായിരിക്കും ഭാഗ്യവാൻ, അവനായിരിക്കും വെളുക്കൻ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയാതെ കൊണ്ട് ഉണർന്നിരിക്കും. ഞങ്ങളുടെ കുടുംബ ജീവിതത്തില് 15 വർഷമായി എന്റെ കുടുംബ ജീവിതത്തിൽ ആരംഭിച്ചിട്ട് അനുഗ്രഹീതമായ ഒരു ഭാര്യയെ എനിക്ക് നൽകി. ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് എന്റെ ഭാര്യ ഉപസിച്ച് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളെ നൽകി. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ പേടിയാണ്, നിങ്ങളുടെ കർത്താവ് വന്നാലും അവരുടെ മക്കളോട് കോപിച്ചാലും ഞാൻ അവിടെ ക്ഷമയിക്കാം. കാരണം അവരുടെ കർത്താവ് വന്നാലോ കാരണം കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ നന്നായി അറിയുന്നില്ലയോ? നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പിക്കും. അങ്ങനെ നിങ്ങൾ നിലയാത്തതാകുകയും മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. അടുത്തതായി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് യേശു ക്രിസ്തു എങ്ങനെയാണ് വരുന്നത്? ക്രിസ്തു വരുന്നത് ശബ്ദ കോലാഹലങ്ങളോടുകൂടിയാണ്. പക്ഷെങ്കിൽ അതെല്ലാവരും കേൾക്കുകയില്ല. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ശൗലേ ശൗലേ എന്നുള്ള ശബ്ദം ശൗൽ കേട്ടു. പക്ഷെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ഒരു മുഴക്കം മാത്രമാണ്. ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് 1 തെസ്സലോനിയർ 4:16 നാം വായിക്കുന്നത് പ്രകാരമാണ്. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാനമുതല ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തു വരാൻ പോകുന്നത് കള്ളനെ പോലെയാണ്, മിന്നൽ പോലെയാണ്, നിര്യാതന അഴുകിയാണ്. പക്ഷേ ശബ്ദ കോലാഹലങ്ങളോടുകൂടിയാണ്. നാം വേദപുസ്തകം പരിശോധിക്കുകയാണെങ്കിൽ പിതാവാം ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധാത്മാം ദൈവവും ഒക്കെ പ്രത്യേക ചില സന്ദർഭങ്ങളിൽ യുഗത്തിന്റെ ആരംഭം എന്ന വണ്ണം പ്രത്യക്ഷപ്പെടുന്ന പ്രത്യേക രംഗങ്ങൾക്കാണ്. അവിടെല്ലാം ശബ്ദകോലാഹലങ്ങൾ കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് ന്യായപ്രമാണ യുഗം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് യഹോവയായ ദൈവത്താൽ. ആ സന്ദർഭത്തിൽ പിതാവായ ദൈവം സീനായി മലയിൽ ഇറങ്ങി വരുന്ന രംഗം പുറപ്പാട് പുസ്തകത്തിലുണ്ട്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 10-ാം വാക്യം, 19-ന്റെ 16-ാം വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ വസ്ത്രം അലക്കി 3 ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. പഴയ നിയമത്തിലെ ദൈവം യഹോവയായ ദൈവം, ആ ദൈവം സീനായി മലയിലേക്ക് ഇറങ്ങി വരുന്നതിന് മുൻപേ ജനം ഒരുങ്ങണം, ശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം. 3-ാം ദിവസം യഹോവ സകല ജനവും കാണെ സിയോൻ പർവ്വതത്തിൽ ഇറങ്ങി. വാക്യം 16.
മൂന്നാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പിതാവായ ദൈവത്തിന്റെ പ്രത്യക്ഷതയില് വലിയ കാഹളധ്വനി ഉണ്ടായി. പുതിയ നിയമത്തിൽ സഭായുഗം ഉദ്ഘാടനം ചെയ്യുവാൻ ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോഴും അവിടെയും മുഴക്കമുണ്ടായതായി നാം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:1-2 അവിടെ നാം വായിക്കുന്നത്, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയെ കാത്തിരിക്കുന്ന പോലെ ആകാശത്തിൽ ഒരു മുഴക്കമുണ്ടായി. അവർ വീട് മുഴുവൻ നിറച്ചു. ദൈവത്തിന്റെ ആത്മാവ് വളരെ സൈലന്റ് ആയിട്ട് നമ്മുടെ മധ്യത്തിൽ വരുന്നുണ്ട്. നേരത്തെയും വന്നിട്ടുണ്ട്. എന്നാൽ ദൈവാത്മാവ് സഭായുഗം ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുകയാണ്. ആ ഒരു പ്രത്യേകമായതുകൊണ്ട് ശബ്ദ കോലാഹലങ്ങളോടുകൂടിയാണ് വരുന്നത്. ഇതുപോലെ ക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാൻ വരുമ്പോൾ കർത്താവിന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി വരും. 3 ശബ്ദങ്ങളാണ് ഇവിടെ ഉള്ളത്. കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ഈ 3 ശബ്ദങ്ങൾക്കും ക്രിസ്തുവിന്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ ആഴമേറിയ അർത്ഥങ്ങൾ ഉണ്ട്. ആ അർത്ഥം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ നാം വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും, യേശു തന്റെ വരവിൽ തന്റെ ഗംഭീരനാദം എന്തിനു വേണ്ടിയാണ് മുഴക്കുന്നത്? യോഹന്നാൻ 5:25 അത് എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയും, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്നതായി വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. മരിച്ച മനുഷ്യനെ ഉയർപ്പിക്കുവാൻ കഴിയുമോ, ജീവിപ്പിക്കുവാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ച് മെഡിക്കൽ സയൻസ് വളരെയധികം റിസർച്ചുകൾ നടത്തുന്നുണ്ട്. മെഡിക്കൽ സയൻസ് ഒരു സുപ്രഭാതത്തിൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാമെന്നുള്ള ചിന്തയില് ഈ അമേരിക്കയില്, ന്യൂസിലൻഡില്, കാനഡയില്, ഗ്രേറ്റ് ബ്രിട്ടനില്, ഫ്രാൻസില്, അങ്ങനെ പല രാജ്യങ്ങളില് മരിച്ച ചിലരുടെ മൃതശരീരങ്ങൾ പഠനത്തിനല്ല ഉയർപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ മരിച്ച ചില വ്യക്തികളെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കേരളത്തിൽ നിങ്ങൾക്കറിയാമോ, എരവുപേരൂര് ഒരു ശരീരം വളരെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരു മനുഷ്യന്റെ ശരീരം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഗോവയില് ഫ്രാൻസിസ് സേവ്യറിന്റെ ശരീരം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. റഷ്യയില്, മോസ്കോയില് അവിടെ മൃതശരീരം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ എന്തിനു വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഉള്ള ചോദ്യമായി തന്നെ നിൽക്കട്ടെ. ഈജിപ്തില് 10,000 മനുഷ്യരെ മമ്മികളായിട്ട്, മമ്മിഫൈ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. എന്തിനായിരിക്കും ഇവരെല്ലാം ഇതിൽ വെച്ചിരിക്കുന്നത്? ഇവരെല്ലാം ഉയർത്തെഴുന്നേൽക്കുമോ? യേശു പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയും. യേശു തന്നെയാണ് ഇത് പറയുന്നത്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയും, മരിച്ചവർ ദൈവത്തിന്റെ അഥവാ യേശുവിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. കൊല്ലുവാൻ മനുഷ്യന് കഴിയുമെങ്കിലും ജീവിപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ക്രിസ്തുവിന്റെ ഐഹിക ജീവിത കാലയളവില് മരിച്ച അനേകരെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ബഥാനിയിലെ ലാസർ മരിച്ച് 4 ദിവസമായി. അയാളുടെ കിഡ്നി, അയാളുടെ ഹാർട്ടും അയാളുടെ ബ്രെയിനും അയാളുടെ എല്ലാ ബ്ലഡ് വെസൽസുകളും ചീഞ്ഞ് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് നാറുവാനായി തുടങ്ങി. എല്ലാ വെയിൻസുകളും പഴുത്ത് ചീഞ്ഞാറുവാനായി തുടങ്ങി. ഉദരം വീർക്കുവാനായി തുടങ്ങി. പുഴുക്കൾ ഇഴയുവാനായി തുടങ്ങി. ആ സന്ദർഭത്തിൽ യേശു ചെന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ലാസർ
ജീവൻ പ്രാപിച്ച് പുറത്തു വരുന്ന രംഗം നാം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വായിക്കും. ക്രിസ്തുവിന്റെ മരണത്തിന് മുൻപ് ക്രിസ്തു തന്നെ പറഞ്ഞു, നാം യെരൂശലേമിൽ പോകും, അവിടെ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നെ അറസ്റ്റ് ചെയ്യും, അവർ തുപ്പും തല്ലും ക്രൂശിക്കും കൊല്ലും, 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. മത്തായി 16 നാം അത് വായിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കാതിരിക്കുവാൻ റോമൻ പടയാളികൾ അവിടെ കാവൽ നിന്നു, മഹാപുരോഹിതന്മാരുടെ സേവകന്മാർ അവിടെ കാവൽ നിന്നു. റോമൻ ഇന്ത്യയിൽ മുദ്ര കൊണ്ട് ആ മുദ്ര കുത്തി. അവരുടെ ഔദ്യോഗിക മുദ്ര എന്ന് പറയുമ്പോൾ അതാരെങ്കിലും ഒന്ന് തൊട്ടാൽ ആ മുദ്രയുടെ ഭാഗത്തുനിന്ന് ഒരു 4 ഇഞ്ച് ഒന്ന് മാറിപ്പോയാൽ അവിടെ നിൽക്കുന്ന എല്ലാ പടയാളികളെയും അപ്പോൾ തന്നെ കൊല്ലും. ആയാൽ ഈ മുദ്ര മാറാതെ പോലും നോക്കണം. പക്ഷെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സ്നേഹിതർ പലരും ഈ ലോകത്തിൽ നിന്ന് നമ്മെ വിട്ട് കടന്നുപോയി. പക്ഷെങ്കിൽ കാഹളം ധരിക്കുന്ന വേളയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും. കർത്താവിന്റെ ഗംഭീരനാമത്തിൽ മരിച്ച സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടാകാം, 1000 വർഷം മുമ്പ് മരിച്ചുപോയവർ എങ്ങനെയായിരിക്കും ഉയർത്തെഴുന്നേൽക്കുന്നത്? വെള്ളത്തിൽ വീണ് മരിച്ചവർ എങ്ങനെയായിരിക്കും ഉയർത്തെഴുന്നേൽക്കുന്നത്? തീക്കകത്ത് കത്തി ദഹിച്ച് ചാമ്പലായി പോയവർ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും? മൃഗങ്ങൾ ഭക്ഷിച്ചവരുണ്ട്, വിശുദ്ധന്മാർ, അവരെങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? ഏത് രീതിയിലായിരിക്കും ഉയർത്തെഴുന്നേൽക്കുന്നത്? ഉയർപ്പിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ അപ്രമാദത്തെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന ചിന്തയുണ്ട്. വെറും രൂപാകൃതിയില്ലാത്ത മണ്ണുകൊണ്ടാണ് ദൈവം മനുഷ്യന് രൂപമുണ്ടാക്കിയത്. ആ രൂപത്തെ ദൈവം മരണത്തിലൂടെ അഴിച്ച് രൂപമില്ലാത്ത മണ്ണാക്കി മാറ്റും. ആ ദൈവത്തിന് ആ മണ്ണിൽ നിന്നും വീണ്ടും അതേ രൂപത്തിൽ ആ മനുഷ്യനെ മടക്കി വരുത്തുവാൻ ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാം ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ എങ്ങനെയിരിക്കും? ഇതിനെക്കുറിച്ച് ഇന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ സംശയം വിശദീകരിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ ഇപ്പോൾ പറഞ്ഞുവിടാം. നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഇപ്പോഴെങ്ങനെ ഇരിക്കുമോ അങ്ങനെ നിങ്ങളുടെ പൊക്കം ഒന്ന് കൂടുകയില്ല. കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയായിരിക്കും? അവർക്ക് ചിലപ്പോൾ പൊക്കം കൂടിയെന്നിരിക്കും. ഇത് വേറൊരു ചോദ്യമാണ്. നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയാം. യേശു വരുമ്പോൾ എങ്ങനെയിരുന്നു? യേശുവിന്റെ മുഖം കൂടിയോ മുഖം കുറഞ്ഞോ? പണം ഇത് നിങ്ങൾ ചിന്തിക്കാൻ രാജ്യത്തിന് വേണ്ടി വിഷയപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ച് കണ്ടുപിടിച്ചോണം. എന്റെ ഈ വാക്കുകൾ പൂർണ്ണമായിട്ട് നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല. നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി വിടുകയാണ്. ഇവർക്ക് മാണായിരിക്കുമോ പെണ്ണായിരിക്കുമോ? ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമുക്ക് എല്ലാവരും നമ്മുടെ പാസ്റ്ററെ കണ്ടാൽ അറിയാമോ? അപ്പനെ കണ്ടാൽ അറിയാമോ? അമ്മയെ കണ്ടറിയാമോ? ഭാര്യയെ കണ്ടറിയാമോ? എനിക്കെന്റെ ഭാര്യയും മക്കളെ കണ്ടാൽ സ്വർഗത്തിൽ അവരോട് എനിക്ക് പ്രത്യേക സ്നേഹം ഉണ്ടാകുമോ? എന്റെ സഭക്കാരെ എല്ലാം തിരിച്ചറിയാൻ നോക്കുമോ? സഭക്കാരെ എല്ലാം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ ചെന്ന് ചാരന്റെ ഒരു പ്രത്യേക കൂട്ടം, എപ്പിസോഡിൽ പ്രത്യേക കൂട്ടം, അസംസംഭവത്തിൽ പ്രത്യേക കൂട്ടം അവിടെ ഉണ്ടാക്കുമോ? സ്വർഗത്തിൽ നമ്മൾ എല്ലാവരെയും തിരിച്ചറിഞ്ഞാൽ നമുക്ക് ചിലരോട് സ്നേഹം കൂടുതലും കുറവുണ്ടായിരിക്കുമോ? അതോ നമ്മുടെ സ്വർഗത്തിൽ ആരെയും അറിയാതെ ഇങ്ങനെ ഈ പുതിയ കാർട്ടൂണിസ്റ്റുകളൊക്കെ വരയ്ക്കുന്ന പോലെ പടം വരയ്ക്കും ആൾക്കൂട്ടം വരയ്ക്കുന്നത് ഒരു വട്ടവും 2-3 വരയും ആളായി. പിന്നെ പെണ്ണാണെങ്കിൽ പുറകിൽ ഒരു വരാം ഇവിടെ പെണ്ണായി. അതുപോലെ ആയിരിക്കുമോ? ആരും അറിയാതിരിക്കും. ഇങ്ങനെ മായയായിട്ട് ഒരു പ്രത്യേകമായിട്ട് സൈസായിട്ട് ആരെങ്കിലും അറിയാതിരിക്കുമോ? ഒരിക്കലുമില്ല. സ്വർഗത്തിൽ
എല്ലാവരെയും തിരിച്ചറിയാം. മറുരൂപമലയിൽ വെളിപ്പെട്ട മോശയാണ്, ഏലിയാവാണ്. അവരുടെ പേരിന് മാറ്റമില്ല, അവരുടെ രൂപത്തിന് മാറ്റമില്ല. ഉയർത്തെഴുന്നേറ്റ് യേശു യേശുവാണ്. യേശുവിന് പേരിന് മാറ്റമില്ല, രൂപത്തിന് മാറ്റമില്ല. യേശു പെണ്ണായിട്ടാണ് ഉയർത്തെഴുന്നേറ്റത്, ആണായിട്ട് തന്നെ ഉയർത്തെഴുന്നേറ്റത്. ഉയർത്തിനെ കുറിച്ച് യോഹന്നാൻ പറയുമ്പോൾ വേണം. ഞാൻ പിന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു വീട്ടിൽ ചെന്ന് ചിന്തിക്കാനായിട്ട് ഇറക്കി വരുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ, നാം ഇതാണെന്ന് നമുക്ക് അറിഞ്ഞില്ല, എങ്കിലും അവന്റെ പ്രത്യക്ഷതയിൽ നാം അവനെ പോലെയാണ്. അവനെ പോലെയാണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ക്രിസ്തുക്കളായിരിക്കുമെന്നാണ് വലിയ അർത്ഥമല്ല. യേശു ഉയർത്തെഴുന്നേറ്റ പോലെയാണ്. ചുരുക്കി പറഞ്ഞാൽ സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യയെ കണ്ടാൽ ഭാര്യയായിട്ട് അറിയാം. ഭാര്യയെ കണ്ടില്ലേ അറിയാം, ആള് തട്ടിപ്പോയെന്ന് അറിയാം. അവിടെയാണ് പ്രശ്നം. പിന്നെ ഇവരെ കാണുന്നതിൽ അറിയത്തിൽ പോകണം. സ്വർഗത്തിൽ നിങ്ങൾ ആരും ധരിക്കരുത്, എല്ലാവരും ഇങ്ങനെ അലലിയാൻ പറഞ്ഞ് സ്തോത്രം ചെയ്ത് കുത്തി ചടങ്ങ് പിടിച്ചിരിക്കാൻ ആരും ധരിക്കരുത്. അവിടെ ഒത്തിരി പരിപാടികൾ. നരകം വിസിറ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. യശയാപ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. നരകത്തിന്റെ സെല്ലുകൾ എന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. വലിയ പേടി ഹാർട്ട് പ്രശ്നം ഇല്ലാത്തവർക്ക് ആ പുസ്തകം കിട്ടിയെന്ന് വാങ്ങിക്കുന്നതല്ല. നരകം വിസിറ്റ് ചെയ്യുവാനായിട്ട് വിശുദ്ധന്മാർ പോകും. ഇപ്പോൾ ഈ മരിച്ച ഈ നമ്മുടെ പ്രിയപ്പെട്ടവര്, ഇപ്പം രക്ഷിക്കപ്പെടാത്ത നമ്മുടെ ഭാര്യയെല്ലാം നമ്മൾ സംസാരിക്കും. നമുക്ക് അവരോട് സംസാരിക്കാം, പേരൻസിനോടൊക്കെ സംസാരിക്കാം. അവരവിടെ ആണെങ്കിൽ ചില പറയല്ലേ, ആരെല്ലാം എന്നെ വിളിച്ചാലും എന്റെ അപ്പച്ചന്മാർക്ക് അവിടെയാണ് പോകുന്നത്. അതെല്ലാം ഇവരുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. അവരങ്ങോട്ടൊക്കെ സംസാരിക്കും. കുഞ്ഞെ എന്നോട് പറഞ്ഞതെന്നൊക്കെ പറയാം. ഞാൻ അതിനെ കുറിച്ചൊക്കെ ഒരു വിശദീകരണം തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നീട് തിരിച്ചറിയാം. ഭാര്യയെ കണ്ടാൽ ഭാര്യയായിട്ട് അറിയാം, മക്കളെ കണ്ടാൽ മക്കളായിട്ട് അറിയാം. എന്റെ മകനാണ്, എന്റെ മകളാ. ഇതിന്റെ 4 മക്കളുണ്ട്. ഒരുത്തം വന്നില്ലേ അറിയാം, തട്ടിപ്പോയ മക്കൾക്കും അറിയാം. അപ്പം വന്നില്ലേ, അപ്പം പോയ. ഇതെന്റെ പാസ്റ്റാണ്, ഇതെന്റെ വിശ്വാസിയാണ്, ഇതെന്റെ കൂട്ടുകാരനാണ്, ഇതെന്റെ സ്നേഹിതനാണ് എന്നൊക്കെ അറിയാം. എല്ലാവർക്കും അറിയാം. അങ്ങോട്ടും ഒക്കെ എല്ലാവർക്കും തിരിച്ചറിയാം. പക്ഷെ നമുക്ക് ജനനത്വം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് സ്വാർത്ഥത ഉണ്ടാകില്ല. അവിടെയാണ് സ്വർഗത്തിലെ വിജയം. ഇപ്പോൾ ഈ വരെ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോയാൽ അവിടെ നമ്മൾ മുടിച്ച് തേച്ച്, അതുകൊണ്ട് ഈ വരെ നമ്മളെ കൊണ്ടുപോവുകയില്ല. ജനനത്വമില്ലാത്ത, സ്വാർത്ഥതയില്ലാത്ത ഒരു ശരീരത്തോട് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഭാര്യയെ കണ്ടാൽ നമുക്ക് പ്രത്യേക സ്നേഹക്കൂടൊന്നും ഉണ്ടാകില്ല. ഇന്നുണ്ടാകുന്നേക്കാൾ 1000 മടങ്ങ് സ്നേഹം അന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരാളോടും ഉണ്ടായിരിക്കും. ഇനി അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ, ഒന്ന് ചെറു വിശദീകരിച്ചു വിടാം. സ്നേഹം, കോപം തുടങ്ങിയ വൈകാരിക അനുഭവങ്ങളാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ കോപിക്കും. എന്റെ ഭർത്താവിന് ഭയങ്കര കോപമാണെന്ന് ആരെങ്കിലും സഹോദരി പറയുമെങ്കിൽ നിന്റെ ഭാഗ്യം, പുള്ളിയെ പോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ലോകത്ത് കിട്ടുകയാണ്. പുറത്തോളം സ്നേഹത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഭാഗമാണ്. അതുകൊണ്ടാണ് യേശുവിന്റെ കോപമാണ് ഏറ്റവും വലിയ കോപം, യേശുവിന്റെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. അതുപോലെ തന്നെ സ്നേഹത്തിന് ഒഴുകാനുള്ള ചാനലുകളുണ്ട്. ലവ് ഗോസ് ടു ദി ഓപ്പോസിറ്റ് സെക്സ്. സ്നേഹത്തിന് ഒരു ഓപ്പോസിറ്റ് മേഖലയിലേക്ക് പോകാൻ നോക്കും. അതുകൊണ്ടാണ് സഭയെ പോലും കാന്തയായിട്ടും ക്രിസ്തുവിനെ കാന്തനായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു മനഃശാസ്ത്രപരമായ ചിന്ത കാര്യം പറയാം. ഒരപ്പന് ഒരു മോനും കൊണ്ടെന്നിരിക്കട്ടെ, അപ്പന് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടായിരിക്കും? മോളോടായിരിക്കും. ഒരമ്മയ്ക്ക് ഒരു മോനും കൊണ്ടെന്നിരിക്കട്ടെ, ആ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം മോനോടായിരിക്കും. പോട്ടെ, ഇത് സ്നേഹത്തിന്റെ കാര്യം. ഇനി സ്നേഹം നമ്മളെ വ്രണപ്പെടുത്തുന്നതാണ്, നമ്മളെ വേദനപ്പെടുത്തുന്നതാണ്. പക്ഷെ സ്നേഹം എവിടെ വരെ സഞ്ചരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടെലിഫോൺ കോൾ കിട്ടുകയാണ്. കുട്ടപ്പ, മോനെ കേട്ടോ? കേട്ടു. എന്തുവാണ് മോൻ കേട്ടോ? നമ്മുടെ ഇന്നാല് ആക്സിഡന്റ് കുഞ്ഞപ്പൻ ആക്സിഡന്റ് മരിച്ചു. നീ കേട്ടില്ലേ? കേട്ടില്ലല്ലോ. ആരാ കുഞ്ഞപ്പൻ? കുഞ്ഞപ്പൻ എന്ന് പറയുന്നത് കുട്ടപ്പന്റെ അപ്പന്റെ അനിയന്റെ ഭാര്യയുടെ ആങ്ങളയുടെ നാട്ടിന്റെ മകന്റെ
മകളുടെ ഭർത്താവാണ്. അതുപോലെ എത്ര എണ്ണം മരിച്ചാൽ നമുക്കല്ല, നമുക്കൊന്നും ഉണ്ടാകില്ല. എന്നാൽ നമ്മുടെ അടുത്തൊരു വ്യക്തി മരിക്കട്ടെ, നമുക്കെന്തുണ്ടാകും? ഭയങ്കര ക്ഷോഭമുണ്ടാകും. എന്താ കാരണം? സ്നേഹം എന്ന വൈകാരിക പ്രസരണം അങ്ങ് വരെ ചെല്ലാനില്ലായിരുന്നുകൊണ്ട് അത് ഷൂ ആയിപ്പോയി. അതാ ഇത് അടുത്ത് ചെന്നപ്പോൾ ഭയങ്കര. ഇപ്പോൾ നമുക്ക് ഈ സ്വാർത്ഥത വരാൻ കാരണം എന്നാ? നമ്മുടെ സ്നേഹത്തിന്റെ അളവ് കുറവാണ്. ഇനി അമ്മായിയമ്മ പോലും മനഃശാസ്ത്രം എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ പിന്നില്ല, ഇവിടുന്ന് അമ്മായിയമ്മ പോലും നമ്മുടെ ഒരു അറിയുകയാണ്. അതുപോലെ എന്നാൽ സാധാരണ അത് വിജയിക്കാത്ത അതിന്റെ കാതലായ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതും ഇതാണ്, അതും തികച്ചും ഒരു മനഃശാസ്ത്രപരമായ കാര്യമാണ്. അങ്ങനെ ആരും പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് ഞങ്ങൾ തരുന്നതാണ് മാറ്റുന്നത്. ഭർത്താവ് എന്ന് പറയുന്ന പുരുഷന്റെ സ്നേഹം, അയാൾക്ക് ആകെപ്പാട് സ്നേഹത്തിന്റെ ഒരു അളവ് പറഞ്ഞാൽ 1 കിലോ സ്നേഹമുള്ളൊരു മനുഷ്യൻ. ചിലപ്പോൾ ഒരു സ്നേഹമില്ലെന്ന് പറയുന്നില്ല, അയാൾക്ക് അത്രേ ഉള്ളൂ, അയാളുടെ കുഴപ്പമല്ല, അയാൾക്ക് സ്നേഹിക്കണം, അത്രേ ഉള്ളൂ. ചിലർക്ക് കൂടുതലുണ്ട്, അത് ആരുടെ കുഴപ്പമല്ല. 1 കിലോ സ്നേഹമുള്ള ഒരു മനുഷ്യന് അയാൾക്ക് 1 കിലോ സ്നേഹമുണ്ട്. അയാള് അതില് ഒരു 250 ഗ്രാം അമ്മയ്ക്ക് കൊടുത്തു, ഒരു 250 ഗ്രാം അപ്പന് കൊടുത്തു. പിന്നെ എത്രയുണ്ട്? ആകെപ്പാട് എത്രയുണ്ട്? പിന്നെ 500. 500-ല് ഒരു 100 ഗ്രാം കൂട്ടുകാരന് അവർക്ക് ഇവർക്കെല്ലാം കൊടുത്ത് തീർത്തിങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാ കല്യാണം കഴിച്ചപ്പോ ഈ പുള്ളിക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഇനി കൊടുക്കുന്നത് മേടിച്ചേ പോകും. അതുകൊണ്ട് അപ്പന് കൊടുത്തതോ അമ്മയ്ക്ക് കൊടുത്തത് വലിക്കും. അവിടെയാണ് പ്രശ്നം. മനസ്സിലായോ? അവിടെയാണ് പ്രശ്നം. ഇത് വലിച്ചു കഴിയുമ്പോ അമ്മ പറയും ഇവൾ വന്നതാണ് കാരണം. എന്റെ മോനെ പോലെ ഇങ്ങനെ അല്ലാതെ അതെ, ഇത് പറഞ്ഞ നമ്മുടെ വിഷയം വിട്ടുപോകും. അപ്പോൾ ഈ സ്വാർത്ഥ നമ്മളിലുള്ളത് കൊണ്ട് സ്നേഹം നമ്മളെ സ്വാർത്ഥതയിലേക്ക് നയിക്കും. നിത്യതയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് സ്വാർത്ഥതയില്ലാത്തത് കൊണ്ടും നമ്മൾ സ്നേഹസാഗരത്തിൽ മുങ്ങുന്നത് കൊണ്ടും നമുക്ക് എല്ലാവരോടും സ്നേഹമായിരിക്കും. ഇന്ന് അപ്പനോടുള്ള സ്നേഹത്തെക്കാൾ 1000 മടങ്ങ് അപ്പനോട് അന്നുമുണ്ട്, അതുപോലെ തന്നെ അടുത്ത ആളിനോടുമുണ്ട്. ഇന്ന് മകനോടുള്ള സ്നേഹത്തെക്കാൾ 1000 മടങ്ങ് അന്നുണ്ട്. കാരണം അവിടെ നിൽക്കുകയല്ല, സ്നേഹസാഗരത്തിലേക്ക് ഇറങ്ങുകയാണ്. ആകയാൽ നമ്മളെ കണ്ടാൽ എല്ലാം തിരിച്ചറിയാം എന്നുള്ള കാര്യം ഓർത്തോണം. ചെല്ലാത്തവരെയും അവിടെ കാണുവാനായിട്ട് കഴിയും. കർത്താവിന്റെ കാഹളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കേണ്ടതിനാണ്. പ്രധാന ദൂതന്റെ ശബ്ദം എന്തിനാണ്? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരും. പ്രധാന ദൂതന്റെ ശബ്ദം. പ്രധാന ദൂതൻ ആരാണ്? ദൈവത്തിന് വളരെയധികം ദൂതഗണങ്ങളുണ്ട്. നമ്മളെ കാക്കുന്ന ദൂതന്മാരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പ്രധാന ദൂതന്മാരൊന്നും നമ്മുടെ കാവൽ കാക്കാൻ മീഖായേൽ എവിടെ, ഗബ്രിയേൽ എവിടെ, എന്റെ വാഴച്ചോട്ടിൽ നിൽക്കാറുണ്ട് എന്നൊന്നും ചോദിച്ചാൽ മീഖായേലും ഗബ്രിയേലും ഒന്നും വരികയില്ല. എന്നാൽ അതിനൊക്കെ കാവൽ ചെയ്യാനായിട്ടുള്ള വേറെ ദൂതന്മാര് ഉണ്ട്. ദൈവത്തിന് വളരെ പ്രധാനമായ ചില ദൂതന്മാരുണ്ടായി. അതില് ആരാധന ലീഡ് ചെയ്ത ഒരു ദൂതനുണ്ടായി. അവന്റെ പേര് അരുണോദയ പുത്രൻ ലൂസിഫർ. അവൻ പിന്നീട് ദൈവത്തോട് സമനാകാൻ ആഗ്രഹിച്ചത് കൊണ്ട് ദൈവനെ തടുക്കണം. അങ്ങനെ സാത്താൻ ഉണ്ടായി. ദൈവത്തെ ആരാധിക്കുന്ന സംഗീത രീതികളെല്ലാം അവൻ അവിടെ നിന്ന് പഠിച്ചത് കൊണ്ട് ആ സംഗീതമെല്ലാമായിട്ട് അവൻ വന്ന് അവന്റെ രാജ്യം പണിതുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സംഗീതത്തിന്റെ പ്രാന്തമായ മേഖലകളിലെല്ലാം പിശാചുക്കൾ കൂടുതലാണ്. ആത്മീകമായ ഗാനങ്ങളിൽ പോലും ശരിക്കും തുണിയെടുക്കാത്തതും പിശാചിന്റെ രൂപമുള്ളതെല്ലാം തുള്ളുന്ന കണ്ടിട്ടുണ്ടോ? അതെല്ലാം പിശാചിയാണ്. ഈ ലൂസിഫർ അതൊക്കെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ ഗാനങ്ങളും അങ്ങനല്ല. ദൈവമക്കൾ വിശുദ്ധിയോട് പാടുന്നിടത്ത് സ്വർഗത്തിലെ ദൈവമുണ്ട്. അടുത്ത ദൈവത്തിന്റെ 2 പ്രധാനപ്പെട്ട ദൂതന്മാർ.
ഒരാള് ദൂത് കൊടുക്കുവാനായിട്ട് നിയമിക്കപ്പെട്ടയാളാണ്, മറ്റൊരാള് യുദ്ധപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിയമിക്കപ്പെട്ടയാളാണ്. ഇതിന് പ്രധാന ദൂതൻ മീഖായേലാണ്. സാത്താനുമായിട്ട് ഏറ്റുമുട്ടുവാൻ ദൈവം നിയമിച്ചിരിക്കുന്നത് അദ്ദേഹത്തെയാണ്. അത് മനസ്സിലാക്കുന്നതിന്റെ വാക്യങ്ങൾ നമുക്ക് വേഗം വായിക്കാം. ദാനിയേൽ 10:13, വെളിപ്പാട് 12:7, യൂദ 1:9. ഞാൻ വായിക്കാം ആ ഭാഗം. ദാനിയേൽ 10:13. പാർശ്വരാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു, എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിക്കാൻ വന്നു. പ്രധാന പ്രഭു മീഖായേലാണ്. പ്രധാന പ്രഭുക്കന്മാരിൽ ഒരാളാണ് മീഖായേൽ. ഇത് ദാനിയേലിന്റെ പ്രാർത്ഥനയുമായിട്ടുള്ള ഒരു വിഷയമാണ്. നാം ആ വിഷയത്തെ കുറിച്ച് ഇപ്പോൾ ഇവിടെ ചിന്തിക്കുന്നത്. വെളിപ്പാട് ദിവസം 12:7 നാം വായിക്കുന്നത്, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേൽ 3 ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ലതാണ്. സാത്താൻ ലൂസിഫർ എന്നുള്ള നിലയിൽ ദൈവത്തോട് അടുത്തവനായി അവൻ ദൈവത്തോട് സമനാകാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം അവനെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ അവൻ ആകാശത്തിലാണ്. ഇവിടെ സാത്താൻ ഇപ്പോഴുണ്ട്. മഹോപദ്രവത്തിന്റെ മധ്യകാലത്തിൽ അവനെ വീണ്ടും തള്ളി ഭൂമിയിലേക്ക് 3 വർഷം കഴിയുമ്പോൾ വീണ്ടും തള്ളി ഭൂമിയിലെ അഗാധരൂപം ബോധവസ്ഥിതിയിലേക്ക് 1000 വർഷം തള്ളി. അതിനുശേഷം അല്പസമയം അവരെ അഴിച്ചുവിടുകയും പിന്നെ എന്നേക്കുമായി നിത്യനരകത്തിലേക്ക് തള്ളുകയും ചെയ്യും. സാത്താൻ യേശുവിനോടും ആരോടും ഏറ്റുമുട്ടും. മോശയുടെ ശരീരം സംബന്ധിച്ച് ഒരു വലിയ തർക്കം നടക്കുന്ന വേളയിൽ, മോശ സാത്താൻ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന വേളയിൽ മോശ വിധിക്കുവാൻ മീഖായേൽ ചെല്ലുന്ന ഒരു രംഗം യൂദായുടെ ലേഖനത്തിലുണ്ട്. യൂദായുടെ ലേഖനം 9-ാം വാക്യം. ചിലർ ചോദിക്കാറുണ്ട്, യൂദാ ഞാൻ ദുഷ്ടനാണെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ലേഖനം എഴുതി പോയതുകൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയല്ലോ, അത്രയും ഒരു ഗുണമാണ് മനുഷ്യൻ ചെയ്യല്ലോ. ഇത് ഇസ്കരിയോത്ത് യൂദാ അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിട്ട് പുള്ളി ഒരു ലേഖനം എഴുതിയില്ല. പുള്ളി പൈസയൊക്കെ സമ്പാദിച്ച് വെച്ച് എഴുതാമെന്ന് ഓർത്തു. പക്ഷെ അതിനും എല്ലാം തീർന്നു. യൂദാ 1:9 നാം വായിക്കുന്നെങ്ങനെയാണ് അധ്യായമേ ഉള്ളൂ. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ എപ്പോൾ സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിഞ്ഞുകൂടാ. മോശയുടെ ഉയർപ്പ് സംബന്ധിച്ച് പിശാച് വന്നു ഒരു വലിയ തർക്കമോട് നടന്നു. എന്തായിരിക്കും അവിടെ തർക്കം? പിശാച് പറഞ്ഞാൽ മോശം തോന്നിന് ഉയർപ്പൊന്നും വേണ്ട, ആര് നമ്മുടെ ബാക്കിയാണ്. പുള്ളി പ്രവാചകനൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മുടെ ഇഷ്ടം ചിലത് എഴുതിട്ടുണ്ട്. പണ്ട് ഈജിപ്തിൽ വേണ്ട എഴുതി വന്നതാണ്. അതുകൊണ്ട് ആള് നമ്മുടെ ജോലിക്കാരനാണ്. പിന്നെ കൽപ്പന പൊട്ടിച്ചിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് പൊങ്ങാൻ വരട്ടെ ഇരിക്കവരെ എന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീഖായേൽ വിടുവിക്കുവാൻ വേണ്ടി. അപ്പോൾ വിശുദ്ധന്മാർ ഉയർത്താതിരിക്കാൻ സാത്താൻ വരുമെങ്കിൽ അവന്റെ ഹെഡ്ക്വാർട്ടർ കഴിഞ്ഞു വേണം നമ്മൾ പോകാൻ. അവിടെയാണ് യേശു വരുന്നത്. സാത്താന്റെ തലസ്ഥാന നഗരിയിൽ വന്നുകൊണ്ടാണ് കർത്താവ് ജയത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നത്. അതുകൊണ്ടാണ് യേശു ആകാശത്തിൽ വരുന്നത്. ആകാശം സാത്താന്റെ തലസ്ഥാന നഗരിയാണ്. മോശെ പിടിച്ചെങ്കിൽ നമ്മുടെ പുള്ളിയുടെ സാത്താൻ പിടിക്കാതിരിക്കുമോ? അവർക്ക് ഒത്തിരി പേര് പിടിക്കും. ഈ സഹോദരി ആഭരണം ധരിക്കുകയെങ്കിലും കടത്താൻ വേണ്ടി മാത്രം, വാതിൽ കിടക്കാൻ മാത്രം ഇട്ട പുള്ളിയാണ്. അതുകൊണ്ട് ആൾ എന്റേതാണെന്ന് പറഞ്ഞവർ എനിക്ക് പിടിച്ചാൽ
ഒന്നും ചെയ്യാൻ ദൈവം ന്യായമായ കാര്യം അംഗീകരിക്കും എന്നുള്ള കാര്യം ഓർക്കണം. ഒരിക്കല് പിശാച് പറഞ്ഞു, ഞങ്ങളെ പന്നിക്കൂട്ടത്തിലോട്ട് വിടാൻ. ഞാൻ പറഞ്ഞു ഉറക്കം പറഞ്ഞു ന്യായമായ കാര്യമാണ്. ആട്ടുകൂട്ടത്തിലേക്ക് പോകണം പറഞ്ഞാൽ ദൈവം വിടുകയില്ല. അതുപോലെ അങ്ങനെ സാത്താൻ നമ്മളെ പിടിക്കാതിരിക്കാൻ ദൈവം തമ്പുരാൻ കൊണ്ടുവന്ന ദൂതനാണ് മീഖായേൽ. അവൻ തന്റെ വിശുദ്ധന്മാരെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് പിടിച്ചൊതുക്കി കെട്ടിയിടുവാൻ ഒരുങ്ങുമ്പോൾ മീഖായേലിന്റെ ശബ്ദം മുഴങ്ങുന്നതായിട്ടുള്ള വേളയിൽ പൂച്ചയെ കണ്ട എലിയെ പോലെ സാത്താൻ അവന്റെ മാളത്തിൽ. അടുത്തത് കർത്താവിന്റെ കാഹളം. കർത്താവ് ഗംഭീരനാമത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. പഴയ നിയമം നമ്മൾ പഠിച്ചാൽ സംഖ്യാപുസ്തകത്തില് സമാഗമന കൂടാരത്തിന്റെ അടുക്കലേക്ക് ജനങ്ങളെ പാളയത്തിൽ നിന്ന് കൊണ്ടുവരുവാനും അടുത്ത ശെഖേന ഇറങ്ങുന്ന സ്ഥലത്തേക്ക് ജനങ്ങൾ യാത്ര ചെയ്യുവാനും കാഹളങ്ങൾ ഉണ്ടാക്കുവാൻ ദൈവം പറയും. സംഖ്യാപുസ്തകം 10:1 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവയുടെയും മോശയോട് അരുളിച്ചെയ്തതെന്നാൽ വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക, അഴിച്ചുപണിയായവയെ ഉണ്ടാക്കണം, അവയെ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിക്കുവാനും ഉതകണം. സംഖ്യ 10:5 ഗംഭീരത ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. അപ്പോൾ കാഹളം ദൈവജനം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതിന് വേണ്ടിയാണ്. ഇതിനെ ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. യേശു ക്രിസ്തുവിന്റെ കർത്താവ് ഗംഭീരനാദം, കർത്താവിന്റെ ഗംഭീരനാദത്തിൽ ക്രിസ്തുവിൽ മരിച്ചവരെല്ലാവരും ക്രിസ്തുവിൽ ജീവനോടിരിക്കുന്നവരും രൂപാന്തരപ്പെട്ട് സ്വർഗീയ ശരീരം പ്രാപിച്ച് കർത്താവിന്റെ അടുക്കിലേക്ക് പോകുവാൻ ഒരു പ്രധാന ദൂതന്റെ ശബ്ദത്തിൽ ആകാശത്തിൽ ദൈവജനത്തെ തടയുവാൻ നിൽക്കുന്ന സാത്താൻ വഴിമാർ ദൈവത്തിന്റെ കാഹളത്തിൽ കണ്ടുവെക്കുന്നതിന് മുമ്പേ ദൈവജനം കർത്താവിന്റെ അടുക്കലേക്ക് പറന്നു പോകും. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൈവ കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൈവ എല്ലാവരും കരങ്ങളടിച്ച് പാട്ടുപാടാം. പാട്ടറിയുമ്പോൾ 1-2 പേർക്ക് മുമ്പോട്ട്
വരുന്നത് കർത്താവ് ഗംഭീരനാമത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുന്ന വേളയിൽ ക്രിസ്തുവിൽ മരിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ ഉയർത്തെഴുന്നേൽക്കും. രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, അഭിഷേകം പ്രാപിച്ചവർ, വേർപെട്ടവർ, വിശുദ്ധിയോട് ജീവിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. കണ്ണുവയ്ക്കുന്നതിനുള്ളിൽ രോഗമുള്ള, ദുഃഖമുള്ള, വേദനയുള്ള, കഷ്ടതയുള്ള, എതിർ ക്രിസ്തുവുള്ള, ഭീകരതയുള്ള ഈ ലോകത്തിൽ നിന്ന് കർത്താവിന്റെ അടുക്കലേക്ക് കടന്നുപോകും. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കാണുവാൻ, നമുക്ക് വേണ്ടി ക്രൂശെടുത്ത കർത്താവിനെ കാണുവാൻ, നമുക്ക് വേണ്ടി മുൾമുടിയൂടിയ കർത്താവിനെ കാണുവാൻ, നമുക്ക് വേണ്ടി നിഴൽ വന്ന കർത്താവിനെ കാണുവാൻ, നമുക്ക് വേണ്ടി മരിച്ച കർത്താവിനെ കാണുവാൻ, നാം ആരാധിക്കുന്ന കർത്താവിനെ കാണുവാൻ, നാം പ്രാർത്ഥിക്കുന്ന കർത്താവിനെ കാണുവാൻ, അവന്റെ പാദം ഒന്ന് ചുംബിക്കുവാൻ കണ്ടുവയ്ക്കുന്നതിനുള്ളിൽ നാം അവന്റെ അടുക്കലേക്ക് കടന്നു പോകും. എന്നാൽ ദുഃഖകരമായ ഒരു സംഭവം ഞാൻ പറയട്ടെ. അന്ന് രണ്ടുപേരും ഒരു കിടക്കയിലായിരിക്കും. ഒരാൾ തള്ളപ്പെടും, ഒരാൾ എടുക്കപ്പെടും. അന്ന് രണ്ടുപേരും ഒരാൾ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് രണ്ടുപേരിൽ ഒരാൾ തിരികെ പഠിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. ഇതൊരു വിനോദമല്ല. അയ്യോ സഹോദര, നീ യേശുവിന്റെ വരവിൽ തള്ളപ്പെട്ട ഭീകരമായൊരു മഹോപദ്രവനാലും നിന്നെ കളിച്ചിരിക്കുന്ന ക്രിസ്തു സാത്താനായിട്ട് രസിക്കുന്ന ഒരു നരകവും മാത്രമാണ് നിന്റെ ഭാവം. അയ്യോ സഹോദരി, യേശുവിന്റെ വരവിൽ നീ തള്ളപ്പെട്ടാൽ നിന്നെ രക്തം കുടിക്കുന്ന ക്രിസ്തു ഒരാജ്ഞനരവും മാത്രമേ നിനക്ക് ശേഷിക്കുള്ളൂ. യേശുവിന്റെ വരവിൽ എടുക്കപ്പെട്ടാൽ പിന്നെ രോഗമില്ല, പിന്നെ ദുഃഖമില്ല, പിന്നെ വിശപ്പില്ല, പിന്നെ മരണമില്ല, പിന്നെ ജീവിതത്തിന് അന്ത്യമില്ല. മാതാകമാരോട് വെച്ച് നിനക്ക് കർത്താവിന് പാട്ടുപാടാം, കർത്താവിന്റെ മുഖം കണ്ട് നിനക്ക് നിത്യമായി ആരാധിക്കാം, കോളങ്ങളിൽ നിനക്ക് കടന്നു പോകാം. അയ്യോ, ഈ കർത്താവിന്റെ വരവിൽ തള്ളപ്പെടുന്നവർ എത്രയോ മഠേന്മാരാണ്. അനേകം ഈ സത്യമറിയാതെ, ഈ മർമ്മങ്ങൾ വെളിപ്പെടാതെ പാപത്തിന്റെ അഴുക്കുകാലുകൾ കഴിയുമ്പോൾ സഹോദര, ഈ സത്യമറിയുവാൻ ദൈവം നിനക്ക് അവസരം തന്നിരിക്കുന്നു. സഹോദരി, ഈ സത്യമറിയുവാൻ നിനക്ക് അവസരം തന്നിരിക്കുന്നു. പാപത്തോട് വിട പറയുവാൻ, വ്യഭിചാരത്തോട് വിട പറയുവാൻ, വഞ്ചനയോട് വിട പറയുവാൻ, ചതിയോട് വിട പറയുവാൻ, അനീതിയോട് വിട പറയുവാൻ സമയമായി. ക്രൂശിതനായ കർത്താവിനെ സ്വീകരിക്കുക, അവന്റെ കൽപ്പനയാകുന്ന സ്നാനമേൽക്കുക, അവന്റെ പാദപീഠത്തിൽ നിന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക, പാപത്തോടും ദുരുപദേശത്തോടും വേർപെടുക, വിശുദ്ധിയോട് ജീവിക്കുക, യേശുവിന്റെ വരവിനായി ഒരുങ്ങുക. അവന്റെ വരവിന് വേണ്ടി എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്തുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് നാളെയാക്കരുത്, അത് നാളെയാക്കരുത്. കിഴക്ക് നിങ്ങൾ പടിഞ്ഞാറോടും വിളങ്ങുമ്പോൾ കള്ളനെ പോലെ നിര്യാപ്തനായി മനുഷ്യപുത്രൻ വരുമ്പോൾ തള്ളപ്പെടാതിരിക്കാൻ കേൾപ്പിക്കുക. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ല, യേശു ഇതുവരെ വന്നിട്ടില്ല. ആകെ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുപാട് സമയം ഇപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട്. അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ണുകളടയ്ക്കാം. പ്രാർത്ഥിക്കുന്ന വേണ്ടി ആരും എഴുന്നേറ്റ് യോഗം അനിഷ്ടമാക്കുവാൻ പാടില്ല. കൃത്യസമയത്ത് ഞാൻ യോഗം അവസാനിപ്പിക്കും. എല്ലാവരും കരങ്ങൾ ഉയർത്തി അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും 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 കർത്താവിന് വേണ്ടിയുള്ള സ്തുതിസ്തോത്രങ്ങൾ ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. ദുഃഖിതർക്ക് ആശ്വാസം തരുവാൻ, പാപിക്ക് പാപമോചനം തരുവാൻ, രോഗിക്ക് സൗഖ്യം തരുവാൻ, തന്റെ വരവിന് വേണ്ടി ജീവിതങ്ങളെ ഒരുക്കുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ ശക്തി വ്യാപരിക്കുവാൻ എല്ലാവരും തങ്ങളുടെ കണ്ണുകളെ അടച്ച് കണ്ണുകളെ ഉയർത്തി ദൈവത്തിന് സ്വന്തം പറയാം. യേശുവിന്റെ സ്തുതി ഉയരട്ടെ. കർത്താവിന്റെ ഭാഗത്തേക്ക്, അവന്റെ വചനത്തിന്റെ അടുക്കലേക്ക്, അനുസരണത്തിലേക്ക് ജീവിതങ്ങൾ വരാതെ വണ്ണം ജീവിതങ്ങളെ പിടിച്ചു ലഭിക്കുന്ന, അവനെ പുറകോട്ട് വലിക്കുന്ന സകല അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ വചനം ശക്തിയോടെ ജനഹൃദയങ്ങളിൽ ക്രിയ നടത്തട്ടെ.
സ്നേഹിക്കുവാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ, അവന്റെ കൽപ്പന അനുസരിക്കുവാൻ എന്റെ ശ്രോതാക്കളുടെ ഉള്ളിൽ താല്പര്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തിയിടാം, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇത് നിർണായകമായ സമയമാണ്, തീരുമാനത്തിലുള്ള സമയമാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു അവസരമാണിത്. നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ല, യേശു ഇതുവരെയും വന്നിട്ടില്ല. ഒരുങ്ങുവാൻ സമയമുണ്ട്. നിങ്ങളിൽ എത്ര പേർ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ തങ്ങളെ തന്നെ സമർപ്പിക്കാം? എത്ര പേർ യേശുവിനെ തങ്ങളുടെ രക്ഷകനായി അംഗീകരിക്കാം? നിങ്ങളുടെ പാപങ്ങൾ ബോധിക്കുവാൻ ക്രൂശിൽ മരിച്ച സ്നേഹസമ്പന്നനായ കർത്താവ്, അവൻ നിങ്ങളോട് പണം ചോദിക്കുന്നില്ല, അവൻ നിങ്ങളുടെ വിദ്യാഭ്യാസം ചോദിക്കുന്നില്ല, അവൻ നിങ്ങളുടെ കുടുംബം ചോദിക്കുന്നില്ല, നിന്റെ പാപം എത്ര വലുതാണെന്ന് അവൻ ചോദിക്കുന്നില്ല, നിന്റെ പാപം എത്ര കഠിനമായിരുന്നാലും അതിനെ ഹിമം പോലെ ഒളിപ്പിക്കുവാൻ അവനൊരു മനസ്സുണ്ട്. നീ യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്നതിലേക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ യേശു നിന്റെ ഹൃദയത്തിലേക്ക് എനിക്ക് യേശുവിനെ വേണം. യേശുവിനെ സ്വീകരിക്കുന്നതിനേക്കാൾ അഭിമാനമായി വല്ലതുമുണ്ടോ? ഇല്ല. യേശുവിനെ സ്വീകരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി വല്ലതുമുണ്ടോ? ഇല്ല, ഇല്ലവേ ഇല്ല. ആ യേശുവിനെ സ്വീകരിക്കും, ആ യേശുവിനെ വേണം, എന്റെ ഹൃദയത്തിലേക്ക് യേശുവിനെ വരണമേ എന്ന് ആര് പറയും? അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഹല്ലേലൂയ. അക്കരങ്ങളെ ദൈവം ഉയർത്തിപ്പിടിക്കാം, അക്കരങ്ങളെ ദൈവം ഉയർത്തിപ്പിടിക്കാം, അക്കരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, അക്കരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ സഹോദരനെ, ആ സഹോദരിയെ, ആ കരങ്ങൾ ഉയർത്തി പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ആഗ്രഹിക്കുന്നത് ഉയർത്തിപ്പിടിക്കാം, ഉയർത്തിപ്പിടിക്കാം. കരങ്ങളെ താഴ്ത്തി കർത്താവ് എനിക്കൊരു അവസരം തന്നാൽ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം ഏൽക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് കർത്താവിനോട് ചേരണം, എനിക്ക് കർത്താവിന്റെ കൽപ്പന അനുസരിക്കണം, എനിക്ക് ആഗ്രഹമുണ്ട്. സ്വർഗ്ഗം എനിക്കൊരു വഴി ഒരുക്കി തരുവാൻ പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങൾക്ക് പറയുവാൻ ആഗ്രഹമുണ്ടോ? എന്നാൽ ദൈവം വഴികളെ ഒരുക്കട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി പിടിക്കട്ടെ. അവർക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആഗ്രഹിക്കുന്നവർ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. അക്കരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, അക്കരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, അജീവനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഉയർത്തിപ്പിടിക്കുക. അക്കരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, അജീവനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, അജീവനങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ താഴ്ത്തുക. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല, എനിക്ക് പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കണമേ, എനിക്ക് ആത്മാവിനെ പ്രാപിക്കണം, എനിക്ക് കർത്താവിന്റെ വരവിൽ പോകണം, എനിക്കൊരു ആവശ്യമാണ് എന്ന് പറയുവാൻ എത്ര പേരുണ്ട്? അവർക്ക് എന്റെ കരങ്ങളെത്തി പിടിക്കട്ടെ. അക്കരങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ, അക്കരങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ, അക്കരങ്ങളെല്ലാം താഴ്ത്തുക. ഭാവത്തോടും ദുരുപദേശത്തോടും പോകണം. എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം. ഈ പാപലോകത്തിന്, ഈ ദുരുപദേശം എന്ന ലോകത്തിന് എനിക്ക് വേറെ കർത്താവിന്റെ വചനപ്രകാരം ഒന്ന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ സാഹചര്യം അനുവദിക്കുന്നില്ല, എന്റെ കുടുംബ പശ്ചാത്തലം അനുവദിക്കുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട്. നിനക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? എനിക്ക് ദൈവം വഴിയിലെത്തണം. അങ്ങനെ വേർപെട്ട് കർത്താവിനെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ തങ്ങളുടെ കരമുയർത്തിപ്പിടിക്കാം. അവർക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആഗ്രഹിക്കുന്നവർ കരമുയർത്തിപ്പിടിക്കാം. അക്കരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, അക്കരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഉയർത്തിപ്പിടിക്കാം. അക്കരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, അക്കരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, അക്കരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. താഴ്ത്തിയിടാം. പ്രിയ സ്നേഹിത, സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ എത്ര പേർ സമർപ്പിക്കും? ഞാനൊരു ഹൈന്ദവനായി യേശുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിക്കും. എന്റെ ഹൃദയത്തിന് ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ, യേശുവിനെ പ്രസംഗിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏത് രാത്രിയിലും ഏത് സമയവും അടുത്തൊരു മാസം ഞാൻ ഈ ഡാൻസിലുണ്ട്. നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരാം. നിങ്ങളുടെ പണത്തിന് വേണ്ടിയല്ല, പണം തരാൻ എന്നെ വിളിക്കണ്ട, എനിക്കതിന് ആഗ്രഹവുമില്ല. ഈ സുവിശേഷം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളൊക്കെ ചിലരുടെ ലിസ്റ്റിലാണ്. പക്ഷെങ്കിൽ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, കർത്താവേ, മരിക്കുന്നത് നിന്റെ പോർക്കളം വെച്ചായിരിക്കാൻ ഭാഗ്യകരണമേ എന്നുള്ള പ്രാർത്ഥന. പണം സമ്പാദിച്ചത് മതിയാക്കരുതോ? ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട അതിന്റെ അഭിഷേകമുള്ള കർത്താവിന്റെ വരവെടുത്തിരിക്കുന്ന വേലയിൽ അവന്റെ വേലയുവാൻ സമർപ്പിക്കുകയോ? നിന്റെ പണവും സ്ഥാനവും നിന്നെ എന്നും സൂക്ഷിക്കണമെന്ന് നീ കരുതുന്നുവോ? യേശുവിന്റെ വേലയ്ക്കായി എന്നെ തന്നെ സമർപ്പിക്കും. എനിക്കതിന് ആഗ്രഹമുണ്ട് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങളെത്തി പിടിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ കരങ്ങളെല്ലാം താഴ്ത്തിയിടാം. ഞാൻ ഇത്രയും പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവരും എഴുന്നേൽക്കരുത്. ഞാനിപ്പോൾ നിർത്താൻ പോവുകയാണ്.
കരങ്ങൾ ഉയർത്തിയവർ മാത്രമേ എഴുന്നേക്കാവൂ, വെറുതെ എഴുന്നേക്കരുത്. അതെനിക്ക് വളരെ നിർബന്ധമാണ്. കരങ്ങൾ ഉയർത്തിയവർ മാത്രമുള്ള ചാൻസ് ആണിത്. അവർ മാത്രം നിൽക്കുന്ന നിലയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ വേണം. വേഗം 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 വേഗം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, അഭിഷേകം പ്രാപിക്കുവാൻ, വേർപെടുവാൻ, സുവിശേഷം അറിയുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിയവരെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. മറ്റുള്ളവർ കണ്ണുകൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ, രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, അഭിഷേകം പ്രാപിക്കുവാൻ, വേർപെടുവാൻ, സുവിശേഷം അറിയുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി എഴുന്നേറ്റ് നിൽക്കുന്ന ഈ സഹോദരങ്ങളെ, ഈ സഹോദരിമാരെ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവരുടെ തീരുമാനത്തെ അവരൊന്ന് അംഗീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു, ദൈവരാജ്യത്തിനായി വേദനിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങൾക്കിരിക്കാം. കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നവരാണ്. നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾക്കും യേശു മതിയായവരാണ്. കർത്താവ് സാത്താന്യ വ്യാപാരങ്ങൾ നിങ്ങളെ വിടിവിക്കുന്നവരാണ്. നിങ്ങളുടെ നന്മകളെ ദുഷ്ടം തടഞ്ഞു വെച്ചിരിക്കുന്നെങ്കിൽ അതിൽ നിന്ന് വിടിവിക്കുവാൻ കർത്താവ് ശക്തനാണ്. എന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. സാത്താന്യ പോരാട്ടത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ ഭൗതിക നന്മകളെ സാത്താൻ തടഞ്ഞു വെച്ചിരിക്കുന്നതിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കണമേ എന്നാഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉയർത്തിപ്പിടിക്കാം, 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 ഉയർത്തിപ്പിടിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഈ കരങ്ങൾ ഉയർത്തിപ്പിടിക്കപ്പെട്ടവരെ അവിടുത്തെ തൃപ്പാദത്തിൽ കൊണ്ടുവരികയാണ്. ഏതാവശ്യത്തോടുകൂടി അവർ കരങ്ങൾ ഉയർത്തിയോ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ മധ്യസ്ഥ അയക്കുന്ന ഈ വേളയിൽ അവർ അത്ഭുതം പ്രവർത്തിക്കണമേ. യേശുവിന്റെ നാമത്തിൽ രോഗാത്മാവ് വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികൾ കീഴ്പ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ നന്മകളെ തടഞ്ഞിരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ ഈ ക്ലാസിന്റെ അവസാന ദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്കിലും താല്പര്യമുള്ളവർക്ക് വേണ്ടി ഈ ക്ലാസ് മറ്റ് യോഗങ്ങൾക്ക് തടസ്സമുണ്ടാകാത്ത നിലയിൽ കണ്ടിന്യൂ ചെയ്യുവാൻ ഞങ്ങൾക്ക് പ്ലാനുകളുണ്ട്. അത് നാളെ നിങ്ങളെ അറിയിക്കുന്നതാണ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് 3 കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചു ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്ത് നാം യേശുവിനെ